بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. ബഹുമാന്യരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ റബ്ബിൻ്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെ സേവനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഏതു സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനും റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇൻ്റെയും ഔലിയാഇൻ്റെയും സിദ്ദീഖുകളുടെയും ശുഹദാഇൻ്റെയും സ്വാലിഹീകളുടെയും കൂടെ ഒരുമിച്ച് കൂടുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ ബിദ്അത്തുകൾ കടന്നു വരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുക എന്ന ദൗത്യ നിർവഹണമാണ് നമ്മുടെ ഈ രണ്ടാമത്തെ പ്രോഗ്രാമിന് പിന്നിലും നമുക്കുള്ളത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലുമെല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ മാസം 24-ന് നാം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. വഴിമാറുന്ന പ്രവാചക സ്നേഹമെന്ന ഹെഡിങ്ങിൽ. ആ പ്രോഗ്രാം പൂർണ്ണമായും നിരീക്ഷിച്ച ആളുകൾക്കറിയാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് ആ പ്രസംഗത്തിൽ നമ്മൾ ഊന്നിയത്. വിഷയാവതരണങ്ങളിലാണെങ്കിലും ശേഷമുള്ള ചോദ്യോത്തരത്തിലാണെങ്കിലുമെല്ലാം
4 കാര്യങ്ങളിൽ ഊന്നിയാണ് അന്നത്തെ പ്രോഗ്രാം മുന്നോട്ട് പോയത്. ഒന്ന്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിയുമായി എത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും ആ രംഗത്തെ പ്രമാണങ്ങൾ അധ്യാപനവും നബിയെ സ്നേഹിക്കുന്നതിന് പ്രാധാന്യവും ആവശ്യകതയും ആ നിബിധങ്ങളുമായി ഒരു വിശ്വാസിക്കുള്ള അഭേദ്യമായ ബന്ധവുമെല്ലാമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ വഴിമാറിപ്പോയി ഇന്ന് കാട്ടിക്കൂട്ടുന്ന വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളും ആചാരങ്ങളും ഒന്നും യഥാർത്ഥത്തിൽ ദീനുമായി ബന്ധമുള്ള കാര്യമല്ല. ഇത്തരം ആഘോഷങ്ങൾ ബിദ്അത്താണ് എന്നും അത് ഷിയാക്കളാണ് ആരംഭിച്ചത് എന്നും ആ ഷിയാക്കൾ ഹിജ്റ 300-കളിൽ തുടങ്ങി വെച്ച് പിന്നീട് ഏകദേശം 100-150 കൊല്ലം കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കുകയും 150 കൊല്ലത്തോളം അത് ഇല്ലാതിരിക്കുകയും ചെയ്ത് പിന്നീടാണ് ഹിജ്റ 600-കളിൽ ഇർബദിലെ മൂസദിലെ മുദഫർ എന്ന രാജാവ് അത് പുനരാരംഭിക്കുകയും ചെയ്തത്. അവിടെ ഇങ്ങോട്ടാണ് അതിന് മതപരമായൊരു പരിവേഷം നൽകി അത് വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായത് എന്ന് സലക്ഷം നാം അന്ന് വിശദീകരിക്കുകയുണ്ടായി. മൂന്നാമതായി, ഇത്തരം ബിദ്അത്തുകൾ മതത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമല്ല എന്നും എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്നും അതെല്ലാം നരകത്തിലേക്കുള്ള പാതയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ബിദ്അത്തിനെ കുറിച്ച് താക്കീത് ചെയ്തുവെന്നും സ്വഹാബിമാരും താബികളും തമിഴ് താബികളും മുതൽ മദ്ഹബിന്റെ ഇമാമുമാരും ശേഷക്കാരുമെല്ലാം ധാരാളമായി ബിദ്അത്തുമായി ബന്ധപ്പെട്ട താക്കീതുകൾ നൽകിയിട്ടുണ്ട് എന്നുമുള്ള കാര്യമാണ് ഊന്നിപ്പറഞ്ഞത്. നാലാമത്തെ പോയിന്റ്, നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പാടിക്കൊണ്ടിരിക്കുന്ന മാലകൾ, മൗലീദുകൾ, റാത്തീബുകൾ, സമാനമായ പദ്യഗദ്യങ്ങളെല്ലാം അവയുടെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനമായും 3 പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, അടിസ്ഥാനമില്ലാത്ത കഥകൾ ധാരാളമുണ്ട്. നബിപ്രകാശം പോലെ, അമ്പിയാക്കൾ നബിയുടെ മാതാവിന്റെ സമീപത്ത് വന്നതുപോലെ, മലക്കൾ ആഗമനം ചെയ്തതുപോലെ, അങ്ങനെ തുടങ്ങി ഒരുപാട് കഥകൾ എവിടുന്ന് കിട്ടി എന്നറിയാത്ത, ആര് പറഞ്ഞുവെന്നറിയാത്ത ഒട്ടനവധി കഥകൾ അതിലുണ്ട് എന്നാണ് ഒന്ന്. രണ്ടാമതായി, ഉലുവ്, അതിന് വിട്ട വർണ്ണനകൾ, പടച്ച റബ്ബിന്റെ സ്ഥാനത്തേക്ക് നബിയെ കൊണ്ടുപോയി വെക്കുന്ന ആരുടെയൊക്കെ പേരിലാണോ മാലയും മൊഴിയും ഉണ്ടായത് അവരെയെല്ലാം പടച്ചവന്റെ സ്ഥാനത്തേക്ക് അവരോധിക്കുന്ന വരികൾ അതിലുണ്ട്. മൂന്നാമതായി, പ്രവാചകരോടും മറ്റു മഹാന്മാരോടുമെല്ലാം നേർക്കുനേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് ആവശ്യപൂർത്തികത്തിനായി തേടുന്ന, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ശിർക്കിന്റെ വരികളുമുണ്ട്. ഈ 3 കാരണങ്ങളാൽ മാലകളും മൗലീദുകളും നമുക്ക് സ്വീകാര്യമല്ല എന്ന് ഓരോന്നിനും തെളിവായി വ്യത്യസ്തമായ വരികളെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ് നാം അന്ന് അവതരിപ്പിച്ചത്. ഇങ്ങനെ 4 തലത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അന്നത്തെ മുഖാമുഖത്തിലെ വിഷയാവതരണങ്ങളും ചോദ്യോത്തരങ്ങളുമെല്ലാം മുന്നോട്ട് പോയത്. അതിനുശേഷം മറുപടി എന്നോണം പിന്നീട് സംഘടിപ്പിച്ച വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, അത് ഏതെടുത്താലും ശരി, ഈ പറയപ്പെട്ട 4 കാര്യങ്ങളെ ആ നിലയ്ക്ക് ക്രോസ് ചെയ്യുവാനോ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കുവാനോ, അതങ്ങനെയല്ല ഇങ്ങനെയാണ് യാഥാർത്ഥ്യമെന്ന് പഠിപ്പിക്കുവാനോ സ്ഥാപിക്കുവാനോ അവർ ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല. ഒന്നുകിൽ നബിദിനങ്ങളുടെ കാലത്ത്, സ്വഹാബത്തിന്റെ കാലത്ത്, താബഈങ്ങളുടെ കാലത്തൊക്കെ നബിദിനാഘോഷമുണ്ട് എന്ന് കൃത്യമായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു. അതുണ്ടായിട്ടില്ല. പകരം മറ്റു ചില സംഭവങ്ങൾ എടുത്തു വെച്ചുകൊണ്ട്, നബിദിനാഘോഷവുമായി ബന്ധമില്ലാത്ത ചില സംഭവങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അത് തെളിവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഉദാഹരണമായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവ്വത്തിന് ശേഷം പിന്നെ അഖീഖത്ത് നടത്തുവെന്ന് പറയുന്ന ഒരു ഹദീസ്, ആ ഹദീസ് അന്നത്തെ വിഷയാവതരണത്തിൽ തന്നെ ചർച്ചയ്ക്ക് വന്നതാണ്. അത് സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊണ്ടുവന്നതാണ്. ഇതാണെങ്കിലും അല്ലെങ്കിലും ശരി, അഖീഖത്തുമായി ബന്ധപ്പെട്ടു വന്ന പരാമർശത്തെയാണ് നബിദിനാഘോഷത്തെ തെളിവായി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇൻഷാ അല്ലാഹ് വിശദമായി മൂസാ സ്വലാഹി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. അതുപോലെ വിശുദ്ധ ഖുർആനിൽ വന്നൊരു പദപ്രയോഗം, വബിദാലിക ഫൽയഫ്റഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കട്ടെ എന്നൊരു ആയത്ത്, അതെടുത്തുകൊണ്ടാണ്
നബിദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന് പറയാൻ ഇവിടെ വന്ന് ഉസ്താദുമാർ പരിശ്രമിച്ചത്. അതിനപ്പുറത്ത് ഇതാ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നബിദിനങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്, സ്വഹാബിമാർ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, താബഈങ്ങൾ അത് പിന്നീട് മാതൃകയായി സ്വീകരിച്ചു പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവത്തെ എടുത്തു കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഇത് ബിദ്അത്താണ് എന്ന കാര്യം അവർക്കും ബോധ്യമുണ്ട് എന്നതിൻ്റെ തെളിവായാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ആ ചൊല്ലുന്ന വരികളിൽ പറഞ്ഞ ഈ 3 പ്രശ്നങ്ങൾ, അടിസ്ഥാനമില്ലാത്ത കഥകൾ, അതിന് വിട്ട വർണ്ണനകൾ, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കിന്റെ ആശയങ്ങൾ, ഇത് 3മുള്ള വരികൾ ധാരാളമായി പാടി പറഞ്ഞ് സ്ക്രീനിൽ കാണിച്ച് നാം അത് വിശദീകരിച്ചിട്ട് ഏതെങ്കിലും ഒന്നിടത്തില്ല അതങ്ങനെയല്ല, അത് ന്യായമുണ്ട്, അർത്ഥം അങ്ങനെയല്ല, അല്ലെങ്കിൽ ആ വരിയിൽ ആ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വരിക്ക് ന്യായം പറയാൻ പോലും അവർ ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല എന്നതും ആ പറയപ്പെട്ട കാര്യങ്ങളെ അവർ അംഗീകരിക്കുന്നുവെന്നതിനുള്ള ന്യായമായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നമുക്കിവിടെ ആവർത്തിച്ചു പറയാനുള്ളത്, എന്തൊക്കെ പറഞ്ഞാലും ശരി, നബിദിനാഘോഷം എന്നത് പുത്തനാചാരം തന്നെയാണ്, ബിദ്അത്ത് തന്നെയാണ്. അത് മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, ആദ്യ നൂറ്റാണ്ടുകാർക്ക് പരിചയമില്ലാത്ത സ്വഹാബത്തോ താബിഈകളോ തമിഴ് താബിഈകളോ ജീവിതത്തിൽ ആചരിക്കുക മാത്രമല്ല ആലോചിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു പുത്തനാചാരമാണ് എന്ന കാര്യത്തിൽ ഇന്നൊരാൾക്കും സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലം നബിയായി ജീവിച്ച കാലത്ത് ദീനിന്റെ ഭാഗമായി നാം ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളെയും കൃത്യമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചത് ആ നബിതങ്ങളാണ്. എല്ലാവരേക്കാളേറെ എന്നെ സ്നേഹിക്കണമെന്ന് നബിതങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്. എന്നെ സ്നേഹിക്കാത്തവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന് പറഞ്ഞത് ആ പ്രവാചകർ തന്നെയാണ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അധ്യാപനമുണ്ടോ അത് മുഴുവനും നബിതങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികൾക്ക് സ്വന്തത്തേക്കാൾ ബന്ധപ്പെട്ടവരാണ് എന്നും നബിയുടെ ഭാര്യമാർ വിശ്വാസികളെ മാതാക്കളാണ് എന്നും ആയത്ത് നമുക്ക് ഓതി കേൾപ്പിച്ചത് അതേ പ്രവാചകർ തന്നെയാണ്. എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവരാണ് പിശുക്കൻ എന്ന ഹദീസ് നമ്മെ പഠിപ്പിച്ചത്. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ എന്ന ഹദീസ് നമ്മെ പഠിപ്പിച്ചത് അതേ നബി തങ്ങൾ തന്നെയാണ്. മിമ്പറിൽ കയറി ആമീൻ ചൊല്ലിയിട്ട് എന്തേ നബിയെ നിങ്ങൾ ആമീൻ പറഞ്ഞു ചോദിക്കുമ്പോൾ എന്റെ പേര് കേട്ടിട്ട് അവിടെ സ്വലാത്ത് ചൊല്ലാത്തവൻ തുലയട്ടെ എന്ന പ്രാർത്ഥനയാണ്, അതിനാണ് ആമീൻ പറഞ്ഞത് എന്ന് പഠിപ്പിച്ചത് അതേ നബി തങ്ങളാണ്. ഇങ്ങനെ തുടങ്ങി നബിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർവഹിക്കുന്ന മുഴുവൻ ബാധ്യതകളെയും നമുക്കുള്ള എല്ലാ അവകാശങ്ങളെയും കൃത്യമായി പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു സൂചന പോലും നൽകിയില്ല എന്നത് ആ വിഷയത്തിൽ പടച്ച റബ്ബ് ഒരു വഹ്യ് നൽകിയിട്ടില്ല. ഈ മതത്തിൽ അങ്ങനെ ആചാരമില്ല, അങ്ങനെ ആഘോഷമില്ല, അത് മതത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതിന് ഏറ്റവും സുവ്യക്തമായ തെളിവാണ്. അത് ബിദ്അത്ത് തന്നെയാണ് എന്നർത്ഥം. പക്ഷേ അതും ബിദ്അത്താണെങ്കിലും നല്ല ബിദ്അത്താണെന്ന് ന്യായം പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും കൊണ്ടുവന്നത്. ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഏതെങ്കിലുമൊക്കെ കിതാബിലെ ഉദ്ധരണികൾ ഉണ്ടെങ്കിൽ ആ ഉദ്ധരണികളിൽ പോലും പറഞ്ഞത് നല്ല ബിദ്അത്ത് എന്ന് മാത്രമാണ്. അതും നിബന്ധന വെച്ചുകൊണ്ട് മാത്രം. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ ജലാലുദ്ദീൻ സുയൂത്തിയെ പോലെയുള്ള പണ്ഡിതന്മാരെ കെടുത്താൽ അവിടെ പരാമർശങ്ങൾ പോലും നിരുപാധികം നല്ല ബിദ്അത്ത് എന്നല്ല പറഞ്ഞത്. ചില ഉപാധികൾ വെച്ച് നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നല്ല ബിദ്അത്താണ്, ഇല്ലെങ്കിൽ അതുമല്ല എന്നേ പറഞ്ഞവർ പോലും പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തവർ അതും പറഞ്ഞിട്ടില്ല. ഇബ്നു ഹാജുൽ മാലിക്കിയെ പോലുള്ള ആളുകളോ അവർ പറഞ്ഞത് യാതൊരു അനിസ്ലാമികമായ കാര്യമില്ലെങ്കിലും ശരി, ആളെ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുത്തു, അവന് എന്തെങ്കിലും ഒന്ന് നബിയുടെ മദ്ഹ് പറഞ്ഞു, അനിസ്ലാമികമായ ഒന്നും ചെയ്തിട്ടില്ല. വനവൽ മൗലിദ, മൗലിദ് എന്ന ഉദ്ദേശം അവനുണ്ടായി എങ്കിൽ ഫഹുവ ബിദ്അത്തുൻ ബിനിയ്യതിഹി ഫഖത്ത്, ആ നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്തായി മാറുന്നു എന്ന് വരെ പഠിപ്പിച്ച ഇബ്നു ഹാജുൽ മാലിക്കിയെ പോലുള്ള പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതല്ലാതെ ഈ ആഘോഷം സ്വഹാബത്ത് ആഘോഷിച്ചതാണ് എന്നോ താബഈങ്ങൾ ആഘോഷിച്ചതാണ് എന്നോ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഇങ്ങനെ കൈമാറി പോന്ന ആഘോഷമാണ് എന്നോ ലോകത്തെവിടെയും ഒരു ഇമാമും തന്റെ കിതാബിൽ എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്.
നല്ല ബിദ്അത്താണ് എന്ന് ന്യായം പറയുകയും എന്നിട്ട് നല്ല ബിദ്അത്തൊക്കെ സുന്നത്താണ് എന്ന് മറുവാദം പറയുകയും ചെയ്തുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ച അവസാനം കൊണ്ടുവന്ന് ഇന്നിവിടെ നബിദിനാഘോഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഏതൊരാൾക്കും സഹിക്കാൻ കഴിയാത്തത്ര ഈ മതത്തിനെ മുഴുവൻ കൊച്ചാക്കുന്ന, മതത്തിനെ മുഴുവൻ ചവിട്ടിമരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത്. വഴികൾ മുഴുവൻ ബ്ലോക്കാക്കിയും ആണും പെണ്ണും എല്ലാം ഒന്നാകെ നിറഞ്ഞാടിയും നാട് മുഴുവൻ സ്ത്രീ സാന്നിധ്യവും എല്ലാമായി ഇസ്ലാമിന്റെ മുഴുവൻ നന്മയെയും ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തിനേറെ ഇതിനൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ പോലും അതിനെ ആക്ഷേപിക്കാൻ നിർബന്ധരായി മാറുന്ന സാഹചര്യത്തിലേക്ക് പോലും ഇന്നു കാര്യങ്ങൾ എത്തി എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്രാവശ്യം നബിദിനവുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ പേരോട് സഖാഫി നടത്തിയ ഒരു പ്രഖ്യാപനം നമുക്ക് കേട്ടുകൊണ്ട് ആരംഭിക്കാം. അദ്ദേഹം പറയട്ടെ അതുമായി ബന്ധപ്പെട്ട നിലപാട്. യുവതികളായ സ്ത്രീകൾ റോട്ടുമ്മലിറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുമ്പൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എവിടുന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല. വാസ്തവത്തിൽ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാഅത്തിനെ നശിപ്പിക്കാനും വേണ്ടി ബിദ്അത്തുകാരായ പുത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഖത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയാന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ച് ഈ ഉമ്മത്തിനെ വഷളാക്കുന്നത്, സുന്നത്തി ജമാഅത്തിനെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടാക്കുന്നത്. അവരുടെ വഞ്ചനയിൽ ഒരു മഹല്ല് കമ്മിറ്റിയും ഒരു മദ്രസ കമ്മിറ്റിയും പെട്ടുപോകരുതെന്നും നിങ്ങളുടെ മുൻഗാമികൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ നല്ല മൗലിദോതി, ബുറുദ ചൊല്ലി, മദ്ഹ് ചൊല്ലി, ഭക്ഷണം കൊടുത്ത്, ഖുർആനോതി, ദുആ ചെയ്ത് റാലി നടക്കുകയാണെങ്കിൽ അത് പുരുഷന്മാര് മാത്രം റാലിയാക്കി അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കല്ലാതെ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തു തോന്നിവാസവും ചെയ്യാം എന്നതും നബിതങ്ങളെ മദ്ഹാണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത്. സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ആലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നതുകൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ്. നാം നമ്മുടെ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്നതുപോലെ വളരെ ഭംഗിയായി മൗലിദ് പരിപാടികൾ നടത്തണം. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? ആക്ഷേപങ്ങളൊക്കെ അപ്പോഴും പുത്തൻവാദികൾക്കാണ്. അത് പുത്തൻവാദിന്റെ ഏർപ്പാടാണ്. ഏതാ പുത്തൻവാദി? മൂപ്പരന്നെ വേറാര പുത്തൻവാദി. ഈ പുത്തൻവാദം കൊണ്ടെടുക്കുന്ന ഒന്നാമത്തെ പുത്തൻവാദി ഈ പറഞ്ഞ പേരോട് മുസ്ലിയാർ തന്നെയാണ്. ബാക്കി മൂപ്പര് ശേഷക്കാരായ ആളുകളും. അല്ലാതെ അതൊന്നും പുത്തൻവാദിനെ മേത്ത് കിട്ടിട്ട് തൽക്കാൻ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എന്നിട്ട് മൂപ്പര് പറയാ പണ്ഡിതന്മാർ ധർമ്മം നിർവഹിക്കണം, ഉണ്ടാതാക്കാൻ പറ്റൂലെന്ന. അവിടെ ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാർ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ ചെയ്തു പോയെങ്കിൽ ആ ചതി പെട്ടുപോകണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും മുസ്ലിയാരല്ല പേരോട് മുസ്ലിയാരേക്കാൾ ഏറെ ദറജയുള്ള ആ കൂട്ടായ്മയെ തന്നെ വലിയ വലിയ മുസ്ലിയാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം ടൗണിൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഈ പ്രകടനം ഉണ്ടായത്. ഏതെങ്കിലും മുസ്ലിയാക്കന്മാരായിരുന്നില്ല. കാണാൻ നിങ്ങൾക്ക് അതേ ചില രംഗങ്ങൾ കണ്ടോ? മലപ്പുറം ടൗണിനെ മൊത്തം ബ്ലോക്കാക്കുന്ന രൂപത്തിന് എത്ര ദീർഘമായ സമയമാണ്. ഒരുപാട് യാത്രക്കാരെ പ്രയാസപ്പെടുത്തി ഈ ടൗണിന്റെ മുഴുവൻ പ്രധാന റോഡുകളെയും ബ്ലോക്കാക്കിക്കൊണ്ട് നബിതങ്ങളുടെ പേരും പറഞ്ഞുള്ള ഈ ആഘോഷം നേരത്തെ പേരോട് മുസ്ലിയാർ പറഞ്ഞ അതിന് നേർചിത്രമാണത്. മൂപ്പര് പറഞ്ഞ പുത്തമ്പാതി ഉണ്ടാക്കിയതാ, കള്ളത്തൊലീക്കത്തലുണ്ടാക്കിയതാ. ഏതെങ്കിലുമൊക്കെ മുസ്ലിയാക്കന്മാരങ്ങ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ചതി പെട്ടുപോകണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നാൽ സാക്ഷാൽ ഖലീൽ ബുഖാരി നേതൃത്വത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായി അവർ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി അവർ നടത്തിയ പ്രകടനത്തിന്റെ കാഴ്ചയാണത്. ഇങ്ങനെ എത്രയെത്ര പ്രകടനങ്ങൾ എന്നു മാത്രമല്ല, ഇവിടുത്തെ മുഖാമുഖത്തിലാണ് അലവി സഖാഫിയാണ് ഈ പ്രകടനത്തിന്റെ പരസ്യം പറഞ്ഞത്. ഇവിടുത്തെ മുഖാമുഖത്തിലാണ് അലവി സഖാഫി ഈ പ്രകടനത്തിന്റെ പരസ്യം പ്രഖ്യാപിച്ചത്. അല്ല ഏതെങ്കിലും ഏഴാംകുലി മുസ്ലിയാക്കന്മാർ ചെയ്തു പോയ, കള്ളത്തൊലീക്കത്തുകാരൻ ചെയ്തു പോയ, ഏതെങ്കിലും പുത്തൻവാദി ചെയ്തു പോയ കാര്യമല്ല. ഈ ചെയ്യുന്നവരൊക്കെ പുത്തൻവാദികളാണ് എന്നാണ് നമ്മുടെ വാദം. അലവി സഖാഫിന് ആ പ്രഖ്യാപനം കൂടി കേൾക്കാം. അടുത്ത പിന്നെ റബീഉൽ അവ്വൽ 11 അൽഹംദുലില്ലാഹ് മലപ്പുറം പട്ടണത്തെ പുളകമണിയിച്ചുകൊണ്ട് നമ്മുടെ മഅദിനു സഖാഫത്തിൽ ഇസ്ലാമിയയുടെ കീഴിൽ ആദരണീയരായ ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ സയ്യിദ് ബദറുസ്സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി ഖവലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ മലപ്പുറം പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്
വളരെ വർണ്ണശബളമായ വിധത്തിൽ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും പ്രവർത്തകന്മാർ അണിനിരന്ന ഗംഭീരമായ ഘോഷയാത്ര നടക്കാൻ പോവാണ്. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? ഔദ്യോഗികമായിട്ടാണ് SSFനെയും SYSിലേക്ക് ഔദ്യോഗികമായിട്ടാ അതിന്റെ ഭാരവാഹിയായ പേരോട് മുസ്ലിം പറഞ്ഞത് ഇതൊക്കെ പുത്തൻവാദിയാണ്. അപ്പൊ ആരാ പുത്തൻവാദി? ആരാ പുത്തൻവാദി? അതാ ഞങ്ങൾ പറയും ഇതൊക്കെ പുത്തൻവാദം തന്നെയാണ്. ഇത് സ്വഹാബത്തിന്റെ മാതൃകയല്ല, ഇത് താബിഈകളുടെ മാതൃകയല്ല, തബഉ താബിഈകളുടെ മാതൃകയല്ല. ഇതിന് കൈവിട്ടു പോയിട്ട് ഇപ്പൊ പറയാ അത് ഏതെങ്കിലും കള്ളത്തൊരീക്കത്തുകാരനാണ്. അപ്പൊ SSF കള്ളത്തൊരീക്കത്ത, SYS കള്ളത്തൊരീക്കത്ത, മുസ്ലിം ജമാഅത്ത് കള്ളത്തൊരീക്കത്ത? ആ മുസ്ലിം ജമാഅത്ത് നേതൃത്വം നൽകുന്ന ഇബ്രാഹിം ഖലീൽ ബുഖാരി കള്ളത്തൊരീക്കത്തിന്റെ ആളാണോ അതോ പുത്തൻവാദിയാണോ? ഏതാ പറയണം? നൗഷാദ് മുസ്ലിയാരൊക്കെ പറഞ്ഞത് നിങ്ങളൊക്കെ അപ്പൊ പുത്തൻവാദി ആയിട്ടുണ്ട് എന്നാണ്. പേരോട് മുസ്ലിയാരും അതേപോലെ ഖലീൽ ബുഖാരിയൊക്കെ അപ്പൊ പാതി വഹാബി ആയിട്ടുണ്ട് എന്നാണ് നൗഷാദ് മുസ്ലിയാരുടെ വാദം. ആയിക്കോട്ടെ, ബാക്കി മുഴുവനായി കിട്ടിയാൽ അൽഹംദുലില്ലാ അത്രയും ശ്രദ്ധ സമൂഹത്തിന് കുറഞ്ഞിട്ടും എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, ഇതൊന്നുമല്ല ദീന്. ഇന്നലെ അവസാനം മാവേലി വരെ ഇപ്പൊ നബിദിനാഘോഷത്തിൽ ഇറങ്ങി. ഇപ്രാവശ്യം നിവൃത്തില്ല, കാരണം വേറെ സ്ഥലമല്ല പോകാൻ, വേറെ ഇറങ്ങാൻ സ്ഥലം വേണ്ട. എവിടെ ഇറങ്ങി നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും കംപ്ലീറ്റ് ബല കയ്യില്ല. മൂപ്പര വേണ്ടി കഴിഞ്ഞാൽ മൂപ്പര കൊല്ലത്തൊഴിക്ക വരുന്നതാണ്. കൊല്ലത്തൊഴിക്ക പ്രത്യേക വരം വാങ്ങി വന്ന് നോക്കിയതാ. മറ്റത് എന്നും വരുന്നതല്ലേ. മറ്റേ എപ്പോൾ വിളിച്ചാൽ റെഡിയാണ്. നമ്മളെ വിശ്വാസപ്രകാരം വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്പുള്ളത് സ്ഥിരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ എപ്പോൾ വിളിച്ചാൽ റെഡി. മാവേലിക്ക് അങ്ങനെയൊന്നുമില്ല. മൂപ്പര് കൊല്ലത്തൊഴിക്കല് അന്ന് വന്ന് നോക്കുമ്പോൾ പട ഒഴിവില്ല, മൊത്തത്തിൽ മൂലമല. പിന്നെ നിവൃത്തില്ല, ജാതി കണ്ട് ഇറങ്ങുക, അല്ല ബന്ധം കാട്ടുക. അവിടെ ദഫിട്ടിട്ട് മൂപ്പയ്ക്കും സ്വീകാരം. ആയിക്കോട്ടെ, ഞാൻ കാണിക്കുക ശേഷമാണെങ്കിൽ മൂസലായി കാണിച്ചോളൂ. ഏതായിരുന്നാലും ഈ രൂപത്തിലേക്ക് ഇപ്പം എത്തി. എന്നിട്ട് ഇതിനാണോ വബിദാലിക ഫല്യഫ്റഹൂന ആയത്ത് തോന്നുന്നത്? ഇതിനാണോ അഖഅൻ നഫ്സിഹി നബി തങ്ങളെ ഹഖീഖത്ത് നടത്തിയില്ലേ എന്ന തെളിവ് പറയുന്നത്? ഇതിനാണോ അബൂലഹബിന് നരകത്തിൽ ആശ്വാസമുണ്ട് എന്ന തെളിവുമായി വരുന്നത്? വല്ലാത്ത കഷ്ടം തന്നെയാണ് സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഇത് ബിദ്അത്ത് തന്നെയാണ് എന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി തങ്ങൾ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? എത്ര ഹദീസുകളിൽ എത്ര തവണ ആവർത്തിച്ചാണ് പറഞ്ഞത്? വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി തങ്ങളെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ്. 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസ്. നബി തങ്ങളുടെ എല്ലാ ഖുത്ബയിലും പറയുമായിരുന്നു, എല്ലാ ഉപദേശങ്ങളിലും പറയുമായിരുന്നു. നബി തങ്ങൾ സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ എപ്പോഴെഴുന്നേറ്റാലും അവിടെയെല്ലാം പറയുന്ന വചനമാണ് ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വഫീ റിവായ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഏറ്റവും ദുഷിച്ച കാര്യങ്ങൾ മുഹ്ദസാതുഹാ, ഈ മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ് ശർറുൽ ഉമൂർ. കാര്യങ്ങൾ ഏറ്റവും ശർറായത്, കാര്യങ്ങൾ ഏറ്റവും ദുഷിച്ചത്, ഏറ്റവും ശർറായ കാര്യങ്ങൾ മുഹ്ദസാതുഹാ, പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അത് മുഴുവനും ബിദ്അത്താണ്. ഒന്നിനെയും ഒഴിവാക്കാതെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ മുഹ്ദസത്തും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. ഒരിക്കലെങ്കിലും അവിടുന്ന് പറഞ്ഞില്ല നല്ല ബിദ്അത്ത് എന്ന ഒന്നുണ്ടെന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും ബിദ്അത്തിനെ ഒഴിവാക്കി പറഞ്ഞില്ല. 1000 പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ ഒരിക്കലെങ്കിലും പറയണ്ടേ ചിലതൊക്കെ നല്ലതാണ് കേട്ടോ എന്ന്, പക്ഷേ പറഞ്ഞിട്ടില്ല. മറ്റൊരു റിപ്പോർട്ടിൽ വകുല്ല ബിദ്അത്തിൻ ളലാല എന്ന് കഴിഞ്ഞിട്ട് വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലുമാണ്, എല്ലാ വഴികേടും നരകത്തിലുമാണ് എന്ന് കൂടി പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് വകുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ റആഹ അന്നാസു ഹസനാ. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വഇൻ റആഹ അന്നാസു ഹസനാ, ജനങ്ങളത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്ന് സ്വഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇത് അൽ ബിദ്അഉ വന്നഹ്യു അൻഹാ എന്ന കിതാബാണ്. ഇബ്നു വല്ലാഹി റഹിമഹുല്ലാ അദ്ദേഹം ഹിജ്റ 199 ജനിച്ചത്.
ഹിജ്റ 199 ജനിച്ച ഇമാം അഹ്മദിന്റെ ശിഷ്യനാണ്, യഹ്യ ഇബ്നു മഈന്റെ ശിഷ്യനാണ്. അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പണ്ഡിതന്മാരുടെ ശിഷ്യനാണ്, മുഹദ്ദിസാണ്, ഹദീസ് അഗ്രഗണ്യനാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ബിദ്അത്തിനെതിരെ കിതാബ് എഴുതിയ മഹാനാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ബിദ്അത്തിനെതിരായ കിതാബ് എഴുതിയ മഹാനാണ് ഇബ്നുൽ വല്ലാഹ് അൽ ഖുർത്തുബി റഹിമഹുല്ലാഹ്. 199 അദ്ദേഹം ജനിച്ചത്. ഷാജമായിട്ട് നമുക്ക് പ്രോഗ്രാമിന് ശേഷം ഒന്നിച്ച് ഔദ്യോഗികമായി പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട്. ആ നിലക്ക് ആ സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ലോക ചരിത്രത്തിൽ ആദ്യമായി ബിദ്അത്തിനെതിരായി ഒരു കിതാബ് എഴുതിയ മഹാൻ ഇബ്നുൽ വല്ലാഹ് എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹം എത്രയാണ് ഈ ഗ്രന്ഥത്തിന് ബിദ്അത്തുമായി ബന്ധപ്പെട്ട താക്കീതുകൾ അദ്ദേഹം നൽകിയത്. സ്വഹാബത്തിന്റെ ഖൗലുകൾ, നബിതങ്ങളുടെ ഹദീസുകൾ, താബിഈങ്ങളുടെ ഖൗലുകൾ, ശേഷമുള്ള മഹാന്മാരുടെ അധ്യാപനങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് ധാരാളമായി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ബിദ്അത്തിന്റെ എല്ലാ ഇനങ്ങളെയും അദ്ദേഹം എതിർക്കുകയാണ്. ഒന്നിനെപ്പോലും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഖലാസ് ഇബ്നു അംറിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, ലാ യുഹ്ദിസു റജുലൻ ഫിൽ ഇസ്ലാമി ബിദ്അ ഇല്ലാ തറക മിനസ് സുന്നത്തി മാ ഹുവ ഖൈറും മിൻഹാ. ഏതൊരു മനുഷ്യനും ഇസ്ലാമിൽ വല്ല ബിദ്അത്തും പുതുതായി കൊണ്ടുവന്നാൽ അതിനേക്കാളും ഖൈറായ സുന്നത്തിനെ അവൻ ഒഴിവാക്കാതിരിക്കുകയില്ല അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മറ്റു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, സ്വഹാബത്തെ ചേർത്തിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായും അദ്ദേഹം പഠിപ്പിക്കുകയാണ്, മൻ അഹദസ റഅയൻ ലൈസ ഫീ കിതാബില്ലാ വലം തംളി ബിഹി സുന്നത്തുൻ മിൻ റസൂലില്ലാ. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ മാതൃകയില്ലാത്ത ഒരു ബിദ്അത്തിനെ വല്ലവനും ഈ മതത്തെ കൂട്ടിച്ചേർത്താൽ ലം യദ്രി അലാ മാ ഹുവ മിൻഹു ഇദാ ലഖിയല്ലാഹ്. പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും അവന്റെ അവസ്ഥയെന്ന് അവൻ അറിയുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് തന്നെ അദ്ദേഹം മറ്റു സ്ഥലത്ത് ഉദ്ധരിക്കുന്നു, മാ യഅതിയന്നാസു മിൻ ആമിൻ ഇല്ലാ അഹദസു ഫീഹി ബിദ്അ. ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും ആളുകൾ പുതിയ പുതിയ ബിദ്അത്തുകളെ കൊണ്ടുവരാതിരിക്കുകയില്ല. ഓരോ കൊല്ലം മുന്നോട്ട് പോകുമ്പോഴും ജനങ്ങൾ പുതിയ ബിദ്അത്തുകളെ കൊണ്ടുവരാതിരിക്കില്ല. ഒരു സുന്നത്തിനെ അവർ നശിപ്പിക്കാതിരിക്കുകയുമില്ല. ഓരോ ബിദ്അത്ത് ഉണ്ടായി വരും, ഓരോ സുന്നത്ത് ഇല്ലാതായി പോകും. ഹത്താ തഹ്യൽ ബിദ്അഉ വതമൂത സുന്ന. അങ്ങനെ അവസാനം ബിദ്അത്തുകൾ സജീവമായി മാറും, സുന്നത്തുകൾ നിർജീവമായി മാറുകയും ചെയ്യും. ബിദ്അത്തിന് വല്ലാത്ത സജീവത, ബിദ്അത്തുകൾക്ക് വല്ലാത്ത ആവേശം. എന്നാൽ സുന്നത്തുകൾക്കോ ഒരു ജീവനില്ലാത്ത അവസ്ഥ ഉണ്ടാകും. സുന്നത്തെല്ലാം നിർജീവമായി മാറും. സുന്നത്ത് മയ്യിത്തായി പോകുമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ഓരോ കൊല്ലം മുന്നോട്ട് പോകുമ്പോഴും ബിദ്അത്തുകൾ പുതുതായി വന്നുകൊണ്ടേയിരിക്കുമെന്ന് ഇബ്നു അബ്ബാസിന്റെ വചനം അദ്ദേഹം എടുത്തു കൊടുക്കുന്നു. മാത്രവുമല്ല ഇബ്നു വല്ലാഹ് പറയാണ്, സവ്വബൽ മുഅദ്ദിനു ഫിൽ മദീനത്തി ഫീ സമാനി മാലിക്കിൻ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീനയിൽ ജീവിച്ചിരിപ്പുള്ള കാലത്ത്, ഇമാം മാലിക് 179 ഇമാം മാലിക് വഫാത്തായത്. 179 അദ്ദേഹം വഫാത്തായി. 199 ഈ കിതാബ് എഴുതിയ മഹാൻ ജനിച്ചു. ഇമാം മാലിക് മരിച്ച് 20 കൊല്ലം കഴിയുമ്പോൾ ജനിച്ച ആളാണ് ഇബ്നു വല്ലാഹ്. ഇമാം മാലിക്കിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ദീനു പഠിച്ച ആളാണ് ഇബ്നു വല്ലാഹ്. ആ ഇബ്നു വല്ലാഹ് പറയാണ്, മദീനയിൽ ഇമാം മാലിക്കുള്ള കാലത്ത് അവിടെ ബാങ്ക് വിളിച്ചതിന് ശേഷം മുഅദ്ദിന് ഒരു തസ്വീബ് നടത്തി. അവിടെ തസ്വീബ് പറഞ്ഞാൽ ബാങ്ക് വിളിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഓർമ്മാക്കുക. ആളുകൾ പള്ളിക്ക് വരാൻ വന്നു കിട്ടാൻ വേണ്ടി, മറന്നു പോകാതിരിക്കാൻ വേണ്ടി ബാങ്കിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ മുഅദ്ദിൻ ഒന്നുകൂടെ മിനാരത്തിൽ കയറും. ഇത് ഒന്നുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു അനൗൺസ്മെന്റ്, ഒരു വിളിച്ചുപറയൽ ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവർ അദ്ദേഹം ചെയ്യുകയാണ്. മാലിക്കുൻ. ഇത് കണ്ടപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ മുഅദ്ദിനത്തെ ആളെ പറഞ്ഞയച്ചു, അവനോട് വരാൻ പറയാം. മുഅദ്ദിന് വന്നപ്പോൾ ഇമാം മാലിക് ചോദിക്കുക, മാ ഹാദല്ലദീ തഫ്അൽ, എന്താ നീ ചെയ്യുന്നത്? നീ എന്തായി ചെയ്യുന്നത്? മുഅദ്ദിന്റെ മറുപടി, ആളുകളൊക്കെ ഫജ്റായി അറിഞ്ഞോട്ടെ, ഒന്ന് എഴുന്നേൽക്കല്ലോ, അതിനു വേണ്ടി ചെയ്ത മറ്റൊന്നുമല്ല. ഇമാം മാലിക്കിന്റെ മറുപടി, ലാ തഫ്അൽ, വേണ്ട, നീ ചെയ്യേണ്ടതില്ല. കാരണം ലാ തുഹ്ദിസ് ഫീ ബലദിനാ,
ശൈഅൻ ലം യകുൻ ഫീഹി. ഈ നാട്ടിൽ ഇവിടെ ഇല്ലാത്ത ഒന്നും നീ പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. ഏതാ നാട്? മദീനയാണ്. ഇവിടെ ഇല്ലാത്ത ഒന്നും നീ ഉണ്ടാക്കേണ്ടതില്ല. കാരണം എന്താ? അത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഹാദൽ ബലദി അസ്സനീൻ. ഈ നാട്ടിൽ നബി തങ്ങൾ 10 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവര് 3 പേരും ജീവിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹും. ഫലം യഫ്അലു ഹാദാ, അവരാരും അത് ചെയ്തിട്ടില്ല. ഫലാ തുഹ്ദിസ് ഫീ ബലദിനാ മാ ലം യകുൻ ഫീഹി. അതുകൊണ്ട് ഈ നാട്ടിൽ, നമ്മുടെ ഈ നാട്ടിൽ ഇല്ലാത്ത ഒന്ന് നീ പുതുതായി ഉണ്ടാക്കേണ്ടതില്ല. അപ്പൊ കണ്ടൊരു ബിദ്അത്ത് പോലുമല്ല. ബാങ്കിന് ശേഷം ഇഖാമത്തിന് മുമ്പ് ആളുകളൊന്ന് ഉണർത്താൻ വേണ്ടി മുഅദ്ദിനൊന്ന് ചെറിയ എന്തോ ഒരു പ്രഖ്യാപനം നടത്തിയതാണ്. ഇമാം മാലിക് വരെ പറ്റൂല. അങ്ങനെ ഫകഫൽ മുഅദ്ദിനു അൻ ദാലിക വഅഖാമ സമാനൻ. അപ്പൊ മുഅദ്ദിൻ നിർത്തികളി. ഇമാം മാലിക് പറഞ്ഞാൽ പിന്നെ വർത്താനല്ലോ. അദ്ദേഹം നിർത്തി. കുറേ കാലം പിന്നെ ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ثم إنه تنحنح في المنارة عند طلوع الفجر. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെ പള്ളിയിൽ എത്തുന്നില്ല നിസ്കാരത്തിന്. അപ്പൊ അദ്ദേഹം ഒന്നുകൂടെ മിനാരത്തിൽ കയറിയിട്ട് ഒന്ന് തൊണ്ടയനക്കാൻ തുടങ്ങി. തനഹനു, ഒന്നിങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കുക, ഒരു തൊണ്ടയനക്കുക. എന്തിന്? ഒന്ന് ആളുകൾക്ക് ഒരു ഇഷാറത്താക്കാൻ, ഒരു ഓർമ്മയാക്കാൻ. അപ്പോൾ ഇമാം മാലിക് വിളിപ്പിച്ചു മുഅദ്ദിനെ. ചോദിക്കുകയാണ്, അലം അൻഹക അല്ലാ തുഹ്ദിസ ഇൻദനാ മാ ലം യകുൻ. എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ നാട്ടിൽ ഇല്ലാത്തൊരു ഏർപ്പാട് നീ പുതുതായി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ മുഅദ്ദിന് പറയാ, നിങ്ങൾ തസ്വീബല്ലേ പാടില്ല എന്ന് പറഞ്ഞത്? ഇതൊന്നുമില്ലല്ലോ, ഞാൻ ഒന്ന് തൊണ്ടയനക്കിയതല്ലേ? ഇമാം മാലിക് പറയാ, വേണ്ട, അതും ലാ തഫ്അൽ, ചെയ്യേണ്ടതില്ല. ഫകഫ് അൻ ദാലിക ഇലാ. അപ്പൊ അതും നിർത്തിവെച്ചു. കുറച്ചു കാലം കഴിഞ്ഞു. ثم جعل يضرب الابواب. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മുഅദ്ദിന് ആൾക്ക് പള്ളിക്ക് എത്തണ്ടേ. അപ്പൊ അദ്ദേഹം പണി ചെയ്തു. ബാങ്ക് വിളിച്ചിട്ട് അദ്ദേഹം പിന്നെ പുറത്തിറങ്ങും. എന്നിട്ട് ഓരോ വീട്ടിലും പോയിട്ട് വാതിൽക്കലും മുട്ടിങ്ങനെ, വാതിലിങ്ങനെ മുട്ടെന്ന് ഓർമ്മയാക്കാൻ വേണ്ടി ഇമാം മാലിക് വിളിപ്പിക്കുന്ന അദ്ദേഹത്തെ. ചോദിക്കാം, എന്താണ് ഈ ചെയ്യുന്നത്? അദ്ദേഹം ഫജറായി ആളുകൾ അറിഞ്ഞോട്ടെ എന്ന് കരുതി ചെയ്തതാണ്. ഫഖാലഹു മാലിക് ലാ തഫ്അൽ, വേണ്ട, ചെയ്യണ്ട. ലാ തുഹ്ദിസ് ഫീ ബലദിനാ മാ ലം യകുൻ ഫീഹി. ഈ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യവും നീ മതത്തിലേക്ക് പുതുതായി കൊണ്ടുവരേണ്ടതില്ല. കണ്ടോ, ഒരു ആഘോഷമൊന്നല്ല, ഒരു ഇബാദത്തല്ല, ഒരു പുതിയ ദിക്റല്ല, ഒരു പുതിയ എന്തെങ്കിലും ഒരു ദീനിന്റെ ചിഹ്നം കൊണ്ടുവന്നതല്ല. എന്നിട്ട് പോലും അത് കാലക്രമേണ വഴിമാറിപ്പോകുമോ എന്ന അവിടേക്ക് സൂക്ഷ്മതയാണത്. ഒരു ഹലാലായ കാര്യം, അനുവദനീയമായ കാര്യം, നമ്മളിപ്പോൾ അലാറം വെക്കുന്ന പോലെ അത്രേ ഉള്ളൂ ഇപ്പതൊക്കെ. പക്ഷെ അതുപോലും കാലക്രമേണ അതൊരു നടപടിക്രമമായി, മതത്തിന്റെ ചിഹ്നമായി, ഒരു സുന്നത്തായി മാറുമോ എന്ന പേടിയായിരിക്കാം ഇമാം മാലിക് റഹിമഹുല്ലാഹി അത്ര കണിശമായി എതിർക്കാൻ പ്രേരിപ്പിച്ചത്. അതാണ് മുൻഗാമികളുടെ സൂക്ഷ്മത. എത്രയെത്ര സംഭവങ്ങൾ ഇബ്നു വല്ലാഹ് റഹിമഹുല്ലാഹ് ഈ കിതാബിൽ വ്യത്യസ്തമായ സ്വഹാബിമാരിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, അഇമ്മത്തിൽ നിന്നെല്ലാം ഉദ്ധരിച്ചത് കാണാൻ കഴിയുന്നു. എന്നിട്ടാണ് നമ്മളിവിടെ നബി തങ്ങൾ ഹഖീഖത്തല്ലോ, അതുകൊണ്ട് ദഫ് മുട്ടി ചാടിക്കളിക്കാം എന്നാക്കി മാറ്റണത്. ഫൽയഫ്റഹു എന്ന് ഖുർആനിലുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഒന്നാകെ സന്തോഷിക്കാം എന്ന് പറഞ്ഞ് ഈ കണ്ട കാട്ടിക്കൂട്ടൽ മുഴുവൻ നടത്തിയത് അതിന്റെ പേരിലാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അതിശക്തമായി ബിദ്അത്തിനെതിരെ പടപൊരുതിയ മനുഷ്യനാണ്. ചെറിയ 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 സ്ഖലിതങ്ങളെ പോലും ഗൗരവമായി കാണുകയും അത് പാടില്ലെന്ന് പഠിപ്പിക്കുകയും ചെയ്താണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ഒരാൾ ഒന്ന് മദീന പള്ളിയിൽ വെച്ച് ചോദിക്കുന്നു, മിൻ ഐന ഉഹരിമു, ഞാൻ എവിടുന്നാ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇമാം മാലിക്കിന്റെ മറുപടി, മീഖാത്ത് അല്ലതി വഖതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മീഖാത്തായി നിശ്ചയിച്ച മീഖാത്തുണ്ട്, നീ അവിടുന്ന് ഇഹ്റാം ചെയ്തോ. മദീന പള്ളിയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ദുൽഹുലൈഫ, അബിയാറു അലി, അതാണോ മദീനക്കാരെ മീഖാത്ത്. അതാ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ ഏതാന്നാലും ഇവിടെ തന്നെ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവിടെ പോയി ചെയ്യണ്ട, മദീന പള്ളിയിൽ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇമാം മാലിക്കിന്റെ മറുപടി എന്താ? അഖാഫു അലൈക്കൽ ഫിത്ന, ഞാൻ നിനക്ക് ഫിത്നയെ ഭയപ്പെടുന്നു. ഈ മനുഷ്യൻ ചോദിച്ചു, അയ്യോ ഫിത്ന? ഫീ സിയാദത്തിൽ ഖൈർ, ഒരു ഖൈറായ കാര്യം കുറച്ച് അധികം ചെയ്താൽ എന്ത് ഫിത്നയാണ് ഇതിലുള്ളത്? വഇന്നമാ ഹിയ അംയാലുൻ അസീദുഹാ, ഏതാനും മൈലുകൾ അധികമായി ചെയ്യുകയല്ലേ.
8 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്യുന്നതിന് പകരം ഇവിടുന്ന് ഇഹ്റാം ചെയ്തു പോയി ഏതാനും മൈൽ ദൂരം കുറച്ച് അധികമായി നല്ല കാര്യം ചെയ്തു. അതിലെന്താ ഫിത്നയുള്ളത്? ഇമാം മാലിക് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് സ്ഥലം നിശ്ചയിച്ചു തരിക ഇഹ്റാമിൽ പ്രവേശിക്കാൻ. നീ പറയുക കുറച്ചുകൂടെ ഖൈർ ഇപ്പുറത്ത് ചെയ്യലാണ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഫിത്ന മറ്റെന്താണുള്ളത്? ഇതിന് വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതിക്കൊടുത്തു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നബി തങ്ങളുടെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവർ പേടിച്ചു കൊള്ളട്ടെ, അവരെ ഫിത്ന ബാധിക്കുമെന്ന്, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുമെന്നവരെ ഭയപ്പെടട്ടെ എന്ന ആയത്തോതി കൊടുക്കുന്നു ഇമാം മാലിക് റഹിമഹുല്ലാ. ഇറാഖിൽ ഒരു മനുഷ്യൻ ഇഹ്റാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അദ്ദേഹം അടുത്തുള്ള ഹജ്ജിന് പോകാൻ നെയ്യത്തുണ്ട്, അടുത്ത തവണ ഹജ്ജിന് പോകാൻ നെയ്യത്തുണ്ട്. അവിടെ ഇപ്പൊ തന്നെ ഡ്രസ്സൊക്കെ മാറ്റിക്കണം, ഡ്രസ്സൊക്കെ മാറ്റി അടുത്ത ഹജ്ജിന് പോകല്ലേ. അവിടെ ഇനി ഇവിടെ കണ്ട് ഇഹ്റാമിന്റെ വേഷം സ്വീകരിക്കുക, അല്ലാത്ത വസ്ത്രമൊക്കെ ഒഴിവാക്കി. ഇമാം മാലിക് ശക്തമായി ആക്ഷേപിച്ചുവെന്ന് കാണാൻ കഴിയും. എത്രയെത്ര സംഭവങ്ങൾ നടന്നു. ആ ഇമാം മാലിക്കാണ് പറഞ്ഞത്, മനിബത്തല ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ അവന്റെ വാദം ഇത് നല്ല കാര്യമാണ് എന്നാണ് എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അവന്റെ വാദം നബിതങ്ങൾ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ്. നബിതങ്ങൾ തന്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവന്റെ വാദം. കാരണം എന്താ? നബിതങ്ങൾ പറയാ ദീനെല്ലാം പൂർത്തിയാക്കി, ഇവൻ പറയാ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഇത് നല്ല കാര്യമാണ്. അതിനർത്ഥം ഈ നല്ലത് പഠിപ്പിക്കാതെ നബിതങ്ങൾ മൂടിവെച്ചു എന്ന് നമ്മോട് പറഞ്ഞു, ഞാനെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പറ്റിച്ചു പോയവരാണ് എന്നാണ് ഇവന്റെ വാദം എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. ഇമാം ഷാത്തബി അദ്ദേഹത്തെ കിതാബുൽ ഇഅ്തിസാമിൽ രേഖപ്പെടുത്തിയ സംഭവമാണത്. അത് കഴിഞ്ഞ മുഖാമുഖത്തിൽ ആ വിഷയയുടെ ചോദ്യം വന്നിരുന്നു. അത് ഇമാം ഷാത്തബിയുടെ കിതാബ് ഉദ്ധരിച്ചു. ആ സന്ദർഭത്തിന് ധാരണപ്പശക മൂലം എൻ്റെ വാക്കിൽ ഞാൻ പറഞ്ഞു, ഇബ്നു കസീറിലുണ്ട്, ഖുർത്തുബിയിലുണ്ട്, അതേപോലെ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ ധാരണ അതിലുണ്ട് എന്നായിരുന്നു. പക്ഷെ അതിലില്ല, അത് യാഥാർത്ഥ്യം, ഒരു ധാരണപ്പശകാണ്. അത് തൊട്ട് പിറകിൽ തന്നെ പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോ ഇറക്കി ഞാൻ തന്നെ കാര്യം വ്യക്തമായി പറഞ്ഞു, ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, ധാരണപ്പശക സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സംഭവം സത്യമാണ്. ഇമാം മാലിക്കിൽ നിന്ന് പതിന് മുദ്രിച്ചു പോകുന്നതാണ്. ഇബ്നു ഹസം റഹിമഹുല്ലാ സനദടക്കം മുദ്രിച്ചതാണ്. ഇമാം ഷാത്തബി കിതാബുൽ ഇഅ്തിസാമിൽ 4-5 തവണ വ്യത്യസ്തമായ രീതിയിൽ ഉദ്ധരിച്ച വചനമാണ്. ഇമാം ഷാത്തബിക്ക് ശേഷം ധാരാളം ആളുകൾ പിന്നീട് ഇമാം ഷാത്തബിയിൽ നിന്ന് അത് ഉദ്ധരിച്ചു പോന്നിട്ടുണ്ട്. 100-ലേറെ ഗ്രന്ഥങ്ങളിൽ ഇമാം ഷാത്തബിക്ക് ശേഷം ഇതുവരെയുള്ള കാലങ്ങളിലായി 100-ലേറെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചു പോകുന്ന ഉദ്ധരണിയാണ്. പക്ഷെ അവിടെ ധാരണപ്പശകം മൂലം കിതാബുകളെ പേര് പറഞ്ഞപ്പോൾ കിതാബിന്റെ പേരൊന്ന് മാറിപ്പോയി. സംഗതി ഉള്ളതിനാണ്, യാഥാർത്ഥ്യമാണ്. ഇനി ഇമാം മാലിക് പറഞ്ഞിട്ടില്ലെങ്കിലും അത് ദീനിന്റെ അസുലുമാണ്, ദീനിന്റെ അസുലാണ്. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീനിതാ പൂർത്തിയാക്കിയിരിക്കുന്നു. നബിതങ്ങൾ പഠിപ്പിച്ചതാണ്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ ഇല്ലാത്ത കാര്യം വല്ലവരും കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യം വല്ലവരും ചെയ്താൽ തള്ളപ്പെടേണ്ട കാര്യമാണ്. ഇതൊക്കെ വ്യക്തമായി ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മനിസ്തഹ്സന ഫഖദ് ശർഅ. മനിസ്തഹ്സന, ആരെങ്കിലും വല്ല കാര്യം നല്ലതാണ് എന്ന് വാദിച്ചാൽ ഫഖദ് ശർഅ, അവൻ ശരീഅത്തുണ്ടാക്കിയവനാണ്. ഇമാം ഷാഫിയുടെ കിതാബുൽ റിസാലയിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തി വെച്ച വചനമാണ്. ആരെങ്കിലും ദീനൊരു കാര്യം നല്ലതാണ് എന്ന വാദവുമായി കൊണ്ടുവന്നാൽ, ഇസ്തിഹ്സാൻ നടത്തിയാൽ ഫഖദ് ശർഅ, അവൻ ശരീഅത്തുണ്ടാക്കി, മത നിയമമുണ്ടാക്കി എന്ന് പഠിപ്പിച്ചാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ. ആ ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. ആ ഇമാം ഷാഫി ഇമാം മാലിക്കിന്റെ ശിഷ്യൻ കൂടിയാണ്. അപ്പൊ അത്ര വ്യക്തമായി ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നൊരു കാര്യം, ആ തത്വമാണ് ഇമാം മാലിക്കിന്റെ ആ വചനത്തിലുമുള്ളത്. ഇനി ഇമാം മാലിക് പറഞ്ഞിട്ടില്ലെങ്കിലും ആ വചനം യാഥാർത്ഥ്യമാണ്, അത് ദീനിന്റെ അടിസ്ഥാനമാണ്, ഖുർആനും ഹദീസും പഠിപ്പിച്ച ആശയമാണ്, ഇമാം മാലിക് റഹിമഹുല്ലാഹു പഠിപ്പിച്ച ആശയമാണ്. ശേഷമുള്ള എല്ലാവരും ഈ ആശയം വ്യത്യസ്തമായ വചനങ്ങളിൽ പറഞ്ഞ കാര്യവുമാണ്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച സംഭവം, ഇഹ്റാമിൽ കയറാൻ വലപ്പം ഇപ്പുറത്ത് ഇഹ്റാം കയറാൻ തീരുമാനിക്കുമ്പോഴേക്ക് എനിക്ക് ഞാൻ ഫിത്ന പേടിക്കുന്നുവെന്നാണ് ഇമാം മാലിക് പ്രതികരിച്ചത്. നേരത്തെ നമ്മൾ കണ്ടു, ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്ക് വിളിച്ചതിന് ശേഷം ഒന്ന്
ജനങ്ങൾ ഉണർത്താൻ വേണ്ടി തൊണ്ടയനക്കുമ്പോൾ വാതിൽക്കൽ മുട്ടുമ്പോൾ പോലും ചെയ്യല്ല. നിബിധങ്ങൾ ചെയ്യാത്തൊരു കാര്യം നീ ചെയ്യല്ല. 10 കൊല്ലം നിബിധങ്ങൾ ജീവിച്ച നാടാണിത്. അബൂബക്കർ സിദ്ദീഖ് ജീവിച്ച നാടാണിത്. ഉമർ ഖത്താബ് ജീവിച്ച നാടാണിത്. ഉസ്മാൻ അഫ്ഫാൻ ജീവിച്ച നാടാണിത് റളിയല്ലാഹു അൻഹും. അവരൊന്നും ചെയ്യാത്തൊരു പണി ഈ നാട്ടിൽ നീ പുതുതായി കൊണ്ടുവരില്ല എന്ന് മുഅദ്ദിനോട് ശക്തമായി താക്കീത് ചെയ്ത ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ആ ഇമാം മാലിക്കിൽ നിന്ന് അത് കേട്ട ആളുകൾ, ആ കേട്ടവരെ കണ്ടതാണ് ഈ കിതാബിലാണ്. ഇമാം മാലിക് പറയുന്നത് കേട്ടവർ, ആ കേട്ടവരെ കണ്ട ആളാണ് ഈ കിതാബിൽ. പക്ഷെ വേറെ സനദും കൂടി ആവശ്യമില്ല, സനദ് പോലും ആവശ്യമില്ല. ഇമാം മാലിക് ആരോടാണോ പറഞ്ഞത് ആ പറഞ്ഞവരിൽ നിന്ന് കേട്ടവരാണ് ഇത് എഴുതിയ ഇബ്നു വല്ലാഹ് റഹിമഹുല്ലാഹ്. ഇത്ര വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യം. അതാണ് പിന്നെ ഫൈസൽ മൗലവി കളവ് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി 4 ദിവസം ജീവിക്കാനുള്ള ശ്വാസം കിട്ടും നോക്കി ചില മനുഷ്യന്മാർ ഇറങ്ങിയത്. അത് കഴിഞ്ഞ പ്രൂഫ് പോയിന്റിൽ വളരെ വ്യക്തമായി ഞാൻ തന്നെ ആ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഭാഗം നിങ്ങൾക്ക് കേൾക്കാം. ഇമാം ഷാത്തിബി എന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നൊരു ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ കിതാബ് എഴുത്തുസ്വാമിയിൽ അദ്ദേഹം 4ഓ 5ഓ സ്ഥലത്ത് ആവർത്തിച്ച് ഈ പരാമർശം കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ അസ്ല് തന്നെ അദ്ദേഹം ഈ ഒരു തത്വത്തിൽ ആണ് അദ്ദേഹം ആ കിതാബ് എഴുതിയിട്ടുള്ളത് തന്നെ. അതിലാണ് ഇമാം ഷാത്തിബി റഹിമഹുല്ലാ ഇമാം മാലിക്കിൽ നിന്ന് ഇത് ഉദ്ധരിച്ചത്. അത് നമ്മൾ മുഖാത്തിൽ പറഞ്ഞു, ഇമാം ഷാത്തിബി പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് അവിടെ പറയുകയും ചെയ്തു, അതിലുണ്ട് ശരിയാണ് എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇമാം ഷാത്തിബിക്ക് ശേഷം അത് ധാരാളം പണ്ഡിതന്മാർ പിന്നീട് ഉദ്ധരിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം അസ്ലാക്കി സ്വീകരിച്ചത് ഇമാം ഷാത്തിബിയാണ്. പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ഒരുപാട് പണ്ഡിതന്മാർ ഇത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സലഫികൾ പ്രത്യേകിച്ചും അല്ലാത്തവരടക്കം ഈ വിഷയം പറയുന്ന പല സ്ഥലത്തും ഇത് ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് കണ്ടു. അന്ന് മറുപടി പറഞ്ഞപ്പോൾ എൻ്റെ ധാരണയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖും പറഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു ധാരണയിൽ വന്നതാണ്. ഞാൻ ആദ്യത്തെ മറുപടി പറഞ്ഞു ഓർമ്മയില്ല, നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ സ്വാഭാവികം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ വന്ന ആ ഒരു ബോധത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്, മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അത് ഇബ്നു കസീറിലോ ഖുർത്തുബിയിലോ മുഹീദ്ദീൻ ഷെയ്ഖ് കിതാബിലോ ഇല്ല. അതൊരു ധാരണപ്പശകാണ്. കിതാബിൻ്റെ പേര് പറഞ്ഞിടത്ത് ഒരു ധാരണപ്പശക് വന്നു എന്ന് മാത്രം. ആശയം ഉള്ളതാണ്. ഇമാം മാലിക് ഇമാം ഷാത്തിബി അത് ആ നിലക്ക് റിപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. ഇത് സനദടക്കം ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഹിക്കാം എന്ന കിതാബിൽ ഉദ്ധരിച്ചതുമാണ്. സനദോടുകൂടി ഇബ്നു ഹസം മുതൽ ഇമാം മാലിക്കിലെത്തുന്ന പരമ്പര അടക്കം ഇമാം ഇബ്നു ഹസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഹിക്കാം എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതല്ല, യഥാർത്ഥം അതിനാണ്. ഇമാം ഷാത്തിബി പറഞ്ഞതാണ്. ഞാൻ യഥാർത്ഥത്തിൻ്റെ കണ്ടുകൊണ്ട് നയിക്കുന്ന കിതാബിൽ കണ്ടിട്ടുള്ളത് അതാണ്. പിന്നീടാണ് ഇത് കാണുന്നത്. ഇബ്നു ഹസമിൻ്റെ അൽ ഹിക്കാം എന്ന കിതാബിൽ സനദടക്കം കൊടുത്തിട്ടുണ്ട്. ആ സനദിൽ ചെറിയ ചെറിയ വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ ചിലർ ഉദ്ധരിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായി നബിയുടെ ഹദീസ് ഉദ്ധരിക്കുന്ന ആ സൂക്ഷ്മതയിൽ മറ്റൊരാളുടെ വാക്ക് അതേപോലെ ഉദ്ധരിക്കണമെന്നില്ല. നബിയുടെ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഒരു അക്ഷരം പോലും മാറാതെ, ഒരു ഹർക്കത്ത് പോലും മാറാതെ നബി തങ്ങൾ എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ അവർ ഉദ്ധരിച്ചു പോലും. പിന്നെ ഏറി വന്ന റിവായത്തുമ്പിൽ മായനായൊരു ഭാഗം അതിൽ പോലും ഒരുപാട് നിബന്ധനകൾ പണ്ഡിതന്മാർ വെച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു പണ്ഡിതൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഖുത്ബയിൽ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഒരാൾ ഉപദേശിച്ചൊരു കാര്യം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ പദങ്ങൾ പോലും അതേപടി അങ്ങനെ തന്നെ ഉദ്ധരിക്കാൻ ആ സൂക്ഷ്മത വേണമെന്ന് ലോകത്താരും വെച്ചിട്ടില്ല. അത് സംഭവവുമല്ല. ഏതായിരുന്നാലും ഇബ്നു ഹസം റഹിമഹുല്ലാഹ് സനദോട് ഉദ്ധരിച്ചു. ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് സനദില്ലാതെ അദ്ദേഹം ആയിരക്കണക്കായ ഉദ്ധരണികൾ ആ കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലി, ഈ കിതാബിലെ ശൈലി സനദില്ലാതെ പറയലാണ്. അപ്പോൾ റിയാദ് സ്വാലിഹിനൊക്കെ പറയും, റിയാദ് സ്വാലിഹിൻ സനദ് പറയുന്നില്ലല്ലോ, സ്വഹാബിയെ പറയും, എന്നിട്ട് ഖാദ റസൂലുള്ളാഹി എന്ന് പറയും. ഇമാം ഷാത്തിബിയുടെ കിതാബിൽ ഇത്തിസാമിൻ്റെ ശൈലി അതാണ്. താബിഈങ്ങൾ, തബഉ താബിഈകൾ, സ്വഹാബിമാർ, ശേഷക്കാർ, അവിടെയൊക്കെ ആയിരക്കണക്കായ ഉദ്ധരണികൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഒന്നിനും അദ്ദേഹം സനദ് പറഞ്ഞിട്ടില്ല. സനദ് പറയാതെ ആ ഇമാമിലേക്ക് ചേർത്തി പറയാണ് ഇമാം ഷാത്തിബിയുടെ രീതി ആ കിതാബിൽ. അപ്പോൾ കഴിഞ്ഞ പ്രൂഫ് പോയിന്റ് വിശദമായ കാര്യം ഒരു 15-20 മിനിറ്റ് സമയം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ലിങ്ക് കിട്ടും, സെർച്ച് ചെയ്താൽ കിട്ടും. പ്രൂഫ് പോയിന്റിൽ കയറി ഈ വിഷയം വിശദമായി എടുത്താൽ എല്ലാ വശങ്ങളും അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം. മാത്രവുമല്ല, നമ്മുടെ ജാമ്യയിൽ നിന്ന് പഠിച്ചിറങ്ങിയ 2 വിദ്യാർത്ഥികൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ, ഏതാണ്ട് അരമണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്നൊരു വീഡിയോ, അജ്മൽ ഹിക്കമയും അതേപോലെ യാസിൻ പറമ്പിൽപ്പടിയും കൂടി ഒരു നല്ല വീഡിയോ, ഇത് ഏതെല്ലാം കിതാബ് എവിടെല്ലാം വന്നു എന്ന് വളരെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഓരോ വശങ്ങളെയും, ആ സനദിനെയും ഇബ്നു ഹസ്മിനെയും ഇമാം മാലിക്കിനെയും ഇമാം മാലിക്കിന്റെ റിപ്പോർട്ട് ചെയ്ത ഇബ്നു മാജൂഷിനെയും എല്ലാം വളരെ സവിസ്തരം വിശദീകരിച്ചുകൊണ്ടുള്ള നല്ലൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഈ വിഷയമായി അവലംബിക്കാവുന്ന മറ്റൊരു സോഴ്സാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
ഏതായിരുന്നാലും സഹോദരങ്ങളെ, നബിദിനാഘോഷം ബിദ്അത്താണ്. അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യമാണ്. നബിയുടെയോ സ്വഹാബത്തിലെയോ താബിഴികളെയോ തമിഴ് താബികളുടെയോ ഒരു മാതൃക ഇല്ലാത്ത കാര്യമാണ്. ആദ്യ നൂറ്റാണ്ടിലൊന്നുമില്ല. ഹിജ്റ 300-കൾക്ക് ശേഷം ഷിയാക്കൾ തുടങ്ങി വെച്ചു, പിന്നെ നിർത്തലാക്കി. പിന്നീട് 150 കൊല്ലം കഴിഞ്ഞിട്ട് 600-കൾക്ക് ശേഷം മുസഫർ രാജാവ് തുടങ്ങി വെച്ചു. അതിനു ശേഷമുള്ള കിതാബുകളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം ഉള്ള സംസാരമുണ്ടാകും. അല്ലാതെ ഹിജ്റ 300-ലോ 400-ലോ 500-ലോ ഒന്നും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സമസ്ത പള്ളികളിലെ നബാത്തി ഖുത്ബയിൽ വരെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവും ഇല്ലാത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബാത്തി ഖുത്ബ എന്ന് പറഞ്ഞാൽ ഇബ്നു നുബാത്ത് മിസ്രി എന്ന് പറഞ്ഞ ഈജിപ്തുകാരനായ ഇബ്നു നുബാത്ത്, അദ്ദേഹം ഹിജ്റ 374-ലാണ് മരിച്ചത്. 374-ലാണ് ഇബ്നു നുബാത്ത് വഫാത്തായത്. അപ്പൊ അക്കാലത്ത് അഹ്ലുസുന്നയിൽ നബിദിനാഘോഷമുണ്ടോ? ഇല്ല. ഇബ്നു നുബാത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ ഷിയാക്കൾ നബിദിനം തുടങ്ങണ കാലമാണ്. ഷിയാക്കൾ നബിദിനാഘോഷവും അലി ദിനാഘോഷവും ഫാത്തിമ ദിനാഘോഷവും ഹസൻ ദിനാഘോഷവും ഹുസൈൻ ദിനാഘോഷവും എല്ലാം തുടങ്ങുന്ന കാലമാണ്. അന്നാണ് ഇബ്നു നുബാത്ത ജീവിക്കുന്നത് ഈജിപ്തിൽ. ആ ഇബ്നു നുബാത്തയുടെ ഖുത്ബയിൽ എവിടെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവുമില്ല. അത് ഇവിടുത്തെ മുഖാമുഖത്തിലും അലവി സഖാഫിക്ക് നേരെ ചോദ്യമായി വന്നു, എന്താണ് സമസ്ത പള്ളിയിലൊന്നും വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസം ഓതുന്ന ഖുത്ബകളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലാത്തത്? അദ്ദേഹം അതുണ്ടല്ലോ, അതുണ്ട്. ചെറിയൊരു തട്ടിപ്പിലൂടെ മുമ്പിൽ പറഞ്ഞു മാത്രം, ചെറിയ തട്ടിപ്പിലൂടെ. ഇന്നിങ്ങനെ പല പള്ളിയിലും ഓതിയ 7 ലക്കം ഉണ്ട് എന്നാണ് പറഞ്ഞു ഒപ്പിച്ചത്. പല പള്ളിയിലും എന്താ അത് ഓലൊപ്പിച്ച ചില നബാത്തി 7 ഉണ്ട്. അവിടെ ഒപ്പിച്ചുണ്ടാക്കിയ ചില മാറ്റങ്ങളുണ്ട്, അതിലുണ്ട് എന്നല്ലാതെ ശരിയായ നബാത്തി ഖുത്ബയിലില്ല. അലവി സഖാഫിന്റെ മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലെ വെള്ളിയാഴ്ച ഖുതുബയിൽ എന്തുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പരാമർശമില്ലാത്തത് എന്നാണ് ചോദ്യം. മറുപടി പറയുന്നു, പരാമർശങ്ങളുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്ന മൗലിദുകളിൽ ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദും അവിടുത്തെ ജന്മവും അതിൻ്റെ മഹത്വവും ഉദ്ഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ ഖുതുബ കേട്ടപ്പോൾ ഏറെക്കുറെ നാടുകളിലൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെ പ്രകീർത്തിച്ചുകൊണ്ടും അതിൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ മൗലിദ് ഖുതുബകൾ നടന്നിട്ടുള്ളത് എന്നതാണ് ശരി. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു നുബാത്തൽ മിസ്രിയുടെ ദീവാനുൽ ഖുതബിൽ മിമ്പരിയ എന്ന് പറയുന്ന ഗ്രന്ഥമാണിത്. എന്ന് പറഞ്ഞാൽ മിമ്പറിൽ ഓതുന്ന ഖുതുബ, അതിൻ്റെ ഏട് എന്നർത്ഥം, ചുരുക്കി പറയാം. അതിലിത് കണ്ടോ, അൽ ഖുതുബത്തു അസ്സാനിയ ലിറബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഖുതുബയിൽ ബഹുമാനപ്പെട്ടവരിങ്ങനെ അതിൻ്റെ തുടക്കവും അതിങ്ങനെ കഴിഞ്ഞ് സലാത്തും സലാമും ഒക്കെ പറഞ്ഞ് അവസാനം അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ് എന്ന തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ ഈ ഇബ്നു നുബാത്തൽ മിസ്രിയുടെ ഈ ഖുതുബയുടെ ഈ ഗ്രന്ഥത്തിൽ കിതാബിൽ പറയുന്നത് കാണാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാണ്, ഫഫി മിസ്ലി ഹാദാ ശഹരിൽ അളീം തലഅത് ശംസുൽ ഈമാൻ വദല്ലത് അബദത്തുൽ ഔസാൻ വളഹറ ദീനുൽ ഇസ്ലാം. ഇതിൽ പറയാണ്, അറിയണേ ജനങ്ങളെ, യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നത്. ഇതിൽ പറയുന്നു ഫഫി മിസ്ലി ഹാദാ ശഹരിൽ അളീം തലഅത് ശംസുൽ ഈമാൻ വദല്ലത് അബദത്തുൽ ഔസാൻ വളഹറ ദീനുൽ ഇസ്ലാം
بولادة سيد المرسلين خرج من بطن أمه معتبدا وبالملائكة الكرام معتضدا ناظرا ببصره الشريف إلى السماء يدعو الخبير اللطيف مقطوع السرة مختونا مباركا على الأمة مأمونا وظهر معه نور أضاء له قصور بصرى وأظهر الوحوش لقدومه السرور والبشرى. നമ്മളെ മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെല്ലാം ഇതിൽ പറയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ ആ റസൂലിന്റെ മൗലിദോടനുബന്ധിച്ച് ജനനത്തോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ മൗലിദിന്റെ ഈ ഖുതുബയുടെ ഗ്രന്ഥത്തിൽ ഇത് ഇബ്നു നുബാത്തൽ മിസ്രി എന്ന് പറയുന്ന മഹാനവറുകൾ രചിച്ച കണ്ടോ ദീവാനുൽ ഖുതബിൽ മിംബരിയ എന്ന മഹത്തായ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഈ ഖുതുബയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം നടന്ന രണ്ടാമത്തെ ആഴ്ചയിൽ പറയുന്ന ആ ഖുതുബ, അതിലാണല്ലോ റബീഉൽ അവ്വൽ 12 വരിക. അതിൽ റസൂലുള്ളാഹി തങ്ങളുടെ ആ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വളരെയേറെ ഉത്തേജിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ പള്ളി നടത്തിയ ഖുതുബയിലൊക്കെ നബിദിനാഘോഷമുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് മൂപ്പര് എടുത്തു. ആ ഏടുന്ന മൂപ്പരെ കുറിച്ച് വായിക്കുകയാണ്. കണ്ടോ, ഇതിൽ പറയുന്നുണ്ട്. ഇതാണ് ശരിയായ നബാത്തി ഖുതുബയുടെ ഏട്. അൽ ഖുത്ബത്തുൻ നുബാത്ത അൽ മിസ്രിയ. ഈജിപ്തുകാരനായ ഇബ്നു നുബാത്തയുടെ ഖുതുബകൾ സമാഹരിച്ചതാണ്. അതിന്റെ വേറെ വൈരുദ്ധ്യം. നബിതങ്ങളുടെ ഖുതുബ അറബിയാന്ന് പറഞ്ഞ മനുഷ്യന്മാര് നബിതങ്ങളുടെ ഖുതുബല്ല ഓതുന്നത് ഈജിപ്തുകാരന്റെ ഖുതുബയാണ്. ഭാഷ നബിയുടേതും ഖുതുബ ഈജിപ്തുകാരൻ്റെതും. അത് മറ്റൊരു ഭാഗം പോട്ടെ. ഇതിന് റബീഉൽ മാസത്തിൽ 5 ഖുതുബയാണുള്ളത്. ഒന്നാമത്തെ ഖുതുബ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ വഫാത്ത്. അൽ ഖുതുബത്തുൽ ഊല മിൻ ശഹ്ർ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ ഒന്നാമത്തെ ഖുതുബ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി, നബിയുടെ വഫാത്ത് എന്നാണ് ഒന്നാം ഖുതുബ. എന്നിട്ട് വിശദമായിട്ട് നബി തങ്ങളുടെ വഫാത്തിനെ കുറിച്ചാണ് യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് നബി തങ്ങളുടെ വഫാത്ത്. വലഖദ് യാ അയ്യുഹന്നാസ് ഇന്നഹു ലൈസ അഹദുൻ അക്രമ അലല്ലാഹി മിൻ നബിയിഹി വലാ അസ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയിഹി വസഫിയിഹി വഇന്നഹു ലം യുഅഖർ ഇൻദ ഇൻഖിലാഇ മുദ്ദതിഹി വലം യുഅമ്മർ ഇൻദ ഹുദൂരി മനിയതിഹി വലഖദ് അതാഹു ഫീ മിസ്ലി ശഹരിക്കും ഹാദാ മിൻ റുസുലി റബ്ബിഹിൽ കിറാം. ഇതുപോലെ മാസത്തിലാണ് നബിതങ്ങൾക്ക് വഫാത്ത് വന്നത്, റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വന്നത് എന്ന് പറഞ്ഞ് നബിതങ്ങൾ വഫാത്ത് വിശദമായി പരാമർശിക്കുന്നു. ഒന്നാമത്തെ വെള്ളിയാഴ്ച. രണ്ടാമത്തെ ആഴ്ച അൽ ഖുത്ബത്തു സാനിയ മിൻ ശഹ്ർ റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വെള്ളിയാഴ്ചയും നബിതങ്ങളുടെ വഫാത്ത് തന്നെയാണ്. മൂപ്പര് പറഞ്ഞ ഇന്നലെ റബീഉൽ 11 ഒരു ഖുത്ബ അത് നബിയുടെ ജന്മം പറഞ്ഞുകൊണ്ടാണ്. അല്ല, നബിയുടെ വഫാത്താണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വെള്ളി അൽ ഖുത്ബത്തു സാലിസ മിൻ ശഹ്ർ റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ തസറുഫു സമാനി വൽ മആദ്, കാലത്തിന്റെ കൈകാര്യങ്ങൾ, ഈ കാര്യങ്ങളുടെ മാറ്റങ്ങൾ. അതാണ് മൂന്നാമത്തെ ഖുത്ബയിൽ പറയുന്നത്. എല്ലാവരും പോകും, എല്ലാത്തിനും മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും പരലോകം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ ഖുത്ബ ഇത് തന്നെ, ഇതേ വിഷയം തന്നെയാണ്. ദുന്യാവിനെ പറ്റിയാണ്, അവിടെ വരുന്ന മാറ്റങ്ങളെ പറ്റിയാണ്, മടങ്ങിപ്പോകണമെന്ന കാര്യമാണ് നാലാമത്തെ വെള്ളിയാഴ്ചയും പറയുന്നത്. അഞ്ചാമത്തെ വെള്ളി മരണമാണ്, മരണത്തിന് ശേഷമുള്ള മടക്കമാണ് അഞ്ചാമത്തെ വെള്ളിയാഴ്ച. ഇതാണ് നബാത്തി ഖുത്ബ. ഇതാർക്കും വാങ്ങാൻ കിട്ടും? വേണ്ട, ഏതെങ്കിലും പള്ളി കേട്ട് അവിടെ മെമ്പറും ഉണ്ടാവും ഏടിരിക്കുന്നത്. ആകെ വെള്ളിയാഴ്ച മാത്രമേ ആവശ്യമുള്ളൂ. അതെടുത്തിട്ട് ചില ഉസ്താദെ നിങ്ങൾ റബീഉൽ അവ്വലിൽ നിങ്ങൾ ഓതിയ ഈ ഖുത്ബ ഒന്ന് വായിച്ചർത്ഥം വന്നതാണ് എന്ന് പറഞ്ഞാൽ പോലെ. ഇതിലെവിടെ ഇങ്ങനത്തെ വിഷയമേ ഇല്ല. പിന്നെ AP സുന്നിയാള് വേറെ കുറെ ഖുത്ബ ഒപ്പിച്ചിട്ടുണ്ട്. AP പള്ളിക്ക് ഇപ്പം നബാത്തി ഖുത്ബ അല്ല പലയിടത്തും ഉള്ളത് തന്നെ നബാത്തിമ്മ എഡിറ്റ് ചെയ്തതാണ്.
എന്നാലും അലവി സഖാഫി വായിച്ചു കൊടുത്ത് എത്തുന്നില്ല. അതിന് വേറെ തട്ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് മുഖ്തസറുൽ ഖുതബിൻ നബാത്തിയ, നബാത്തി ഖുത്ബയുടെ ഷോർട്ട്. മുഖ്തസറുൽ ഖുതബിൻ നബാത്തിയ, നബാത്തി ഖുത്ബയുടെ ഷോർട്ട്. ആരാ ഷോർട്ടാക്കിയത്? ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത്. ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് അലവി സഖാഫിന്റെ ഉസ്താദ്, എല്ലാ തട്ടിപ്പിലും മൂപ്പര് ഉസ്താദായ ആള്. മൂപ്പരുണ്ടാക്കിയ മുഖ്തസർ നബാത്തി ഖുത്ബ മൂപ്പര് ഷോർട്ടാക്കി. പക്ഷെ ഷോർട്ടാക്കി മൂപ്പര് കാര്യം പറഞ്ഞു, ഇത് ഷോർട്ടാണ്, മുഖ്തസറാണ്. മഅ തസ്ഹീൽ ഒന്ന് എളുപ്പമാക്കിയിട്ടുണ്ട്, വൽ ഇൽഹാഖി കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഷോർട്ടാക്കി എങ്ങനെ ലേശം കൂട്ടിക്കാണ്ട് അങ്ങനെ ഉണ്ടാവുക? ലേശം കൂട്ടിയാൽ ഷോർട്ടാക്കിയത് ഇപ്പം എങ്ങനെ? എനിക്ക് ഇതുകൊണ്ട് എളുപ്പവഴിയുണ്ട്, ലേശം ദൂരം കൂടുന്നതാണ് എന്ന് പറഞ്ഞ പോലെ എളുപ്പത്. ഇത് മുഖ്തസറാണ്, ഷോർട്ടാണ്, എളുപ്പമാക്കിയിട്ടുണ്ട്. വൽ ഇൽഹാഖി കുറച്ച് ആയത്തും ഹദീസും മറ്റൊക്കെ കണ്ട് കൂട്ടിയിട്ടുമുണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞു ഒപ്പിക്കുന്നത്. ഇതിന് റബീഉൽ അവ്വൽ മാസത്തേക്ക് എത്തിയാൽ അൽ ഖുത്ബത്തുൽ ഊല മിൻ ശഹ്ർ റബീഉൽ അവ്വൽ, റബീഉൽ മാസത്തിലെ ഒന്നാമത്തെ ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്ത എന്താ അറിയോ? ഫസ്റ്റ് തന്നെ മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മദ്ഹ്. അപ്പൊ കണ്ടോ, ശരിയായ നുബാത്തിൽ ഒന്നാമത്തെ വെള്ളി വഫാത്തുൻ നബി, നബിയുടെ വഫാത്ത്. ഇതിലേക്ക് എത്തിയപ്പോൾ ഒന്നാമത്തെ വെള്ളി മദ്ഹുൻ നബി, നബിയുടെ മദ്ഹ്. ഇതിന് കണ്ടന്റ് കാര്യമായ മാറ്റമൊന്നുമില്ല, ഏതാണ്ട് അതൊക്കെ തന്നെയാണ് അതിലും ഉള്ളത്. എന്നാൽ ഏകദേശം തുടങ്ങി വെച്ചു. വഖദ് ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മിസ്ലി ഹാദാ ശഹ്ർ, ഇതുപോലെ മാസത്തിലാണ് നബിതങ്ങൾ ജനിച്ചത്. വൽ ഉമ്മു ഫീ സഹ്റാഇൽ ദലാൽ, ആൾക്ക് വഴികളിലായ സമയത്താണ് നബിതങ്ങൾ ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഫത്വല നജ്മുൽ ഹിദായത്തി ബിമുലിഹി വസ്തഖൽ അലബി അൻവാരിഹി വതഫഖറത് ദുനിയാ ബിസദാ അഖ്ബാരിഹി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പഴയ പോലെ തന്നെയാണ്. അത് പറയാൻ വേണ്ടി മാത്രം മൂപ്പര് അവിടെ ഈ ഖുത്ബ ഉണ്ടാക്കിയത് തന്നെ. അതാണ് കഴിഞ്ഞിട്ട് പിന്നെ ശേഷം നബി സ്നേഹിക്കണം എന്ന് പറഞ്ഞ് ആ സ്നേഹം പറഞ്ഞിട്ട് പിന്നെ കാണാൻ കണ്ടോ, ഹൈഹാത്ത ഹൈഹാത്ത ഇന്നക്കും ഇതെല്ലാം മഗ്റൂറൂൻ. അത് ഇതിലുള്ളതിനുണ്ട്. നബിയുടെ മരണം കഴിഞ്ഞിട്ട് പിന്നെ പറയാ, നിങ്ങൾ ചതിയിൽപ്പെട്ട് പോയിരിക്കുകയാണോ കൂട്ടരേ, അവിടുന്നാണ്ട് ഇതിലുണ്ട്. അതേപോലെ തന്നെ അപ്പൊ നബി ജനിച്ചത് പറഞ്ഞ്, നബിനെ സ്നേഹിക്കാൻ പറഞ്ഞ്, സ്നേഹിക്കാൻ ഞാൻ മുഅ്മിനാവില്ലാന്ന് പറഞ്ഞ്, എന്നിട്ട് പിന്നെ പറയാ ഹൈഹാത്ത ഹൈഹാത്ത ഇന്നക്കും ഇതെല്ലാം മഗ്റൂറൂൻ ഫലം തസ്തതിഉ നഖ്സം മിന സയ്യാത്തി വലാ സിയാതൻ ഫിൽ ഹസനാത്തി ഐന മൻ കാന ഖബ്ലകും മിന ഖുറൂൻ. കഴിഞ്ഞു പോയവരൊക്കെ എവിടെ? അഹ്ലുൽ ഇസ്ൽ മസൂൻ ഐന അല്ലദീന കാനൂ അത്വല മിൻകും അഅ്മാറ, നിങ്ങൾക്ക് ആയുസ്സുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ എവിടെ പോയി? ഓരൊക്കെ മരിച്ചു പോയി, നിങ്ങൾക്ക് മരിക്കണ്ടേ. അപ്പൊ എഡിറ്റ് ചെയ്തപ്പോ അത് നോക്കിയിട്ടില്ല, തലണ്ട് വെട്ടിയിട്ട് അവിടെ മറ്റേ തല വെച്ചു കൊടുത്തു. രണ്ടാമത്തെ വെള്ളിയാഴ്ച അസ്സാനിയ മിൻ റബീഉൽ അവ്വൽ അഹ്വാലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിലോ നബിയുടെ വഫാത്ത്, ഇത് നബിയുടെ അഹ്വാൽ, നബിയുടെ അവസ്ഥകൾ. മൂന്നാമത്തെ വെള്ളിയാഴ്ചയോ മൂന്നാമത്തെ ഖുത്ബ മുഅ്ജിസാത്തു റസൂൽ, നബിയുടെ മുഅ്ജിസത്തുകൾ. കണ്ടന്റ് കാര്യമായ മാറ്റം കുറച്ച് മാറ്റേ ഉള്ളൂ. നാലാമത്തത് ഫിൽ ഹുബ്ബി ഫില്ലാ വൽ ബുഗ്ളി ഫില്ലാ. അഞ്ചാമത്തെ വെള്ളിയാഴ്ച വഫാത്തുൻ നബി, നബിയുടെ വഫാത്ത്. എങ്ങനെയുണ്ട്? ഇതാണ് മൂപ്പർ ചെയ്ത ചെറിയൊരു ഒരു ഷോർട്ടാക്കിയത്. നബാത്തി ഖുത്ബ ഷോർട്ടാക്കിയതാണ്. ഒന്നാമത്തെ വെള്ളിയാഴ്ച കൊണ്ടുപോയിട്ട് അങ്ങനെ ലാസ്റ്റ് ആക്കി. അതൊന്ന്. ഇനി അത് പോരാഞ്ഞിട്ട് വേറെ ചങ്ങാതി, അത് സഖാഫി തന്നെയാണ്. ആ സഖാഫി വേറെ ഖുത്ബ ഉണ്ടാക്കി. കാരണം നെല്ലിക്കുത്ത് ഉസ്താദ് ചെയ്ത അത്ര തന്നെ പോരാ. ഇത് അൽ ഖുത്ബുൽ ഷറഫിയ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ചങ്ങാതി ഇറക്കി. അബ്ദുൽ ജലീൽ സഖാഫി പുല്ലാര, നമ്മൾ തൊട്ടടുത്തുള്ളതാണ്. അബ്ദുൽ ജലീൽ സഖാഫി പുല്ലാര എന്ന് പറയുന്ന ചങ്ങാതി വേറൊന്നുണ്ടാക്കി. അതാണ് ഇത് പിന്നെ പ്രസിദ്ധീകരിച്ചാണ് ഷറഫുദ്ദീൻ ബാഖവി. അതുകൊണ്ടാണ് അൽ ഖുത്ബുൽ ഷറഫിയ എന്ന് പേര് വന്നത്. ഇതിൽ റബീഉൽ അവ്വൽ ഒന്നാമത്തെ വെള്ളിയാഴ്ച അൽ ഖുത്ബത്തുൽ ഊല റബീഉൽ അവ്വൽ മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മൗലിദ്. അതാണ് മാറ്റം നടന്നിരിക്കുന്നത്. പേരൊക്കെ എന്താ, ഒക്കെ നബാത്തി ഖുത്ബ എന്ന പേര് നാടന്മാർക്ക് പറയില്ലല്ലോ. നമ്മളെ പള്ളിക്ക് നബാത്തിയാന്നിങ്ങനെ പറഞ്ഞല്ല, നബാത്തിയൊക്കെ എന്നോ പോയിട്ടുണ്ട്. അതൊക്കെ എന്നോ വഴിമാറിപ്പോയി. ഇപ്പൊ അവിടുന്ന് പോയിട്ട് നെല്ലിക്കുത്തിക്ക് എത്തി, പിന്നെ നെല്ലിക്കുത്തുനിന്ന് പുല്ലാരിക്ക് എത്തി. അതാണ് ഇപ്പോൾ ഓതുന്നത്. അതും പോരാഞ്ഞിട്ട് വേറെ ചങ്ങാതി ഹംസക്കോയ ബാക്കവി മൂന്നിയൂര്, അലവി സഖാഫിനേക്കാളും 110 വോൾട്ട് സുന്നിയ മൂപ്പര്. സുന്നി കൂടിയതുകൊണ്ട് ഇപ്പോൾ ഓതനെ സൈഡാക്കില്ല മൂപ്പര്. അല്ല ഖുത്ബീൽ വരെ ആ കോലത്തെ മൂപ്പര് നടത്തുന്നത്. മൂപ്പര് അൽ ഖുത്ബുൽ മുഖ്തസറ ചുരുങ്ങിയ ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ട് ഹംസക്കോയ ബാക്കവി അൽ മൂന്നിയൂരി അഫാൻഹുൽ ബാരി, മൂന്നിയുകാരനായ ഹംസക്കോയ ബാക്കവിയാണ്, അല്ല മാപ്പ് ചെയ്യട്ടെ. മൂപ്പരക്കാർ ആ വക സംഗതി ചെയ്തൊക്കെ പണി.
അപ്പോൾ അവിടുത്തെ അഫാനുൽ ബാരിത പഠിച്ചോ മാപ്പ് തെറ്റ് ഞാൻ ചെറിയൊരു തട്ടിപ്പടുത്തത് എന്ന് പറഞ്ഞിട്ട് മൂപ്പരുണ്ടാക്കിയതാണ് ഈ ഖുത്ബ. ഇതിന് പിന്നെ കാര്യമായിട്ടൊക്കെ വഹാബിയാക്കിയതിനാണ്. മൂപ്പര് സാധാരണ പ്രസംഗിത അങ്ങനെ തന്നെയാണ്. മൂപ്പര് ഖുർആൻ ക്ലാസ് എടുക്കാൻ വിളിച്ചവരെ വഹാബിയുടെ ചിത്രം മൂപ്പരുടെ പരിപാടി. അതാണ് ഈ ഖുത്ബയിലും കാര്യമായിട്ടുള്ളത്. ഇതിന് റബീഉൽ അവ്വലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ 1-ാമത്തെ വെള്ളി അവിടെ പറഞ്ഞ എന്താ, നബി തങ്ങൾ ജന്മമാണ്. 1-ാമത്തെ വെള്ളി ഫീ മിസ്ലി ഹാദ ശഹരി മൗലിദ് ഖാതിമിൻ നബിയീൻ, ഇതുപോലൊരു മാസത്തിലാണ് നബി തങ്ങൾ ജന്മമുണ്ടായത് എന്ന് പറഞ്ഞിട്ട് 1-ാമത്തെ വെള്ളിയാഴ്ച നടത്തുന്നത്. 2-ാമത്തെ വെള്ളിയാഴ്ചയോ ഫഹാദാ ശഹ്റുൻ അനമ ഫീഹി ബിവിലായത്തി സയ്യിദിൽ അനാം റഹ്മത്തൽ ലിൽ ആലമീൻ നബിയ്യിനൽ ഇമാം ഫബിദാലിക ഫഫ്റഹു അയ്യുഹൽ കിറാം. ഇവിടെ മുഖാമത്തിൽ വായിച്ചു ഖുത്ബയിൽ ഫഫ്റഹു എന്ന് വരെയുണ്ട്. അത് നുബാത്തിയല്ല, അത് മൂന്നിയൂരിയ. അത് മൂന്നിയൂർക്കാരും ഹംസക്കോയ വാക്കം ഉണ്ടാക്കിയതാ. അതിലാണ് എന്ത് പറഞ്ഞത്, ഫഫ്റഹു സന്തോഷിക്കുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പിന്നെ ഇബ്നു ബാത്ത് പറഞ്ഞ 2-ാം ഖുത്ബ ഉണ്ടല്ലോ, നബിയുടെ വഫാത്ത്, അത് മൂപ്പർ റബീഉൽ ആഖിർക്ക് മാറ്റി. റബീഉൽ അവ്വലിലും വേണ്ട, അതാണ് മൂപ്പരുടെ പരിപാടി. മൂപ്പർ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. മൂപ്പർ അവിടുന്ന് ഇവിടെ കിരിക്കി കുത്തിയിട്ട് പുതിയ സാധനം ഉണ്ടാക്കി. അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് വെച്ച് അവിടുന്ന് ഇപ്പുറത്തേക്ക് വെച്ച് ഒന്നേ തല അങ്ങനെ ഇപ്പുറത്തുകൊണ്ട് ഫിറ്റ് ചെയ്ത് അതിൻ്റെ വാല് ഇപ്പുറത്ത് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയ ഖുത്ബയാണ്. ഇതിൽ റബീഉൽ ആഖിറിലാണ് ആ ഖുത്ബ ഉള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഖുത്ബ വഹാബിയാക്കെതിരായിട്ടാണ്. പിന്നെ അപ്പോഴല്ലേ മൂപ്പരാവുള്ളൂ. ഓരോരോ ഖുത്ബ ഇടയ്ക്ക് ഒരു ഖുത്ബൻ്റെ ഒരു ശൈലും കോലുണ്ട്, അതും കൂടി ഇല്ലാത്ത കോലത്തിലാണ്. ഉദാഹരണം സഫർ മാസം 4-ാമത്തെ ഖുത്ബ. സഫർ മാസം 4-ാമത്തെ ഖുത്ബ മൂപ്പര് പറയാം, അലാ അയ്യുഹൽ അഖില്ലാ ഖദ് ശാഅ ഫീ ഹാദൽ സമാനി ഫസാദുൽ മുബ്തദിഈൻ അഷ്ഖിയാ. ഈ കാലത്ത് മുബ്തദിഈങ്ങളെ ഫസാദ് വല്ലാതെ കൂടിയിട്ടുണ്ട്. യഅ്മഹൂന ഫിൽ ജാഹിയത്തിൽ ജഹ്ല വഖദ് ദഹറത് ദലാലത്തും ഫിൽ ബിലാദി വസ്സഹറാ. എല്ലാ നാട്ടിലും പോലെ ദലാലത്ത് വ്യാപകമാണ്. ഇവരില്ലാത്ത മനുഷ്യന്മാരെ ഓലിങ്ങനെ പറ്റിക്കുകയാണ്. അവരെ വാദത്തിലേക്ക് മനുഷ്യന്മാരെ ക്ഷണിക്കുകയാണ്. ഇതൊക്കെ ഖുത്ബ പോലെ വെള്ളിയാഴ്ച മിമ്പർ വന്ന് ഖുത്ബ എടുത്താൽ പോലെ അറബിയിലാക്കി നമ്മുടെ ഭാഗ്യം. ഇതങ്ങനെ മലയാളത്തിലാണെങ്കിൽ കഴിഞ്ഞില്ലേ. അപ്പൊ ഇതാണ് പോലെ ഖുത്ബന്റെ ശൈലും പോലെ. സഫർ മാസം 4, സഫർ പൊതുവെ നഹസാണല്ലോ, അതുകൊണ്ടായിരിക്കും ഈ വക നഹസ് പറയണത്. അത് കഴിഞ്ഞ് ഷഅബാൻക്ക് എത്തിയാലും ഏതാണ് അതേപോലെ ഖുത്ബ ഉണ്ട് മൂപ്പർക്ക്. ഷഅബാൻ 4-ാമത്തെ ഖുത്ബ ഇതേപോലെ തന്നെ കണ്ടോ. ഇന്ന് ആ ചില മനുഷ്യന്മാരെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ആശം ഇതേപോലെ തന്നെ വഹാബികളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് മൂപ്പർ അന്ന് ഖുത്ബ എടുത്തത്. കണ്ടോ, ഇപ്പോഴാ ചില ആളുകൾ വന്നിരിക്കുന്നു. യഅ്ലമു അയ്യുഹൽ മുഅ്മിനൂൻ, അറിയണേ മുഅ്മിനീങ്ങളെ, അത് കസ്റഫി ഹാദൽ സമാനി ഖൗമുൻ മുബ്തദിഊൻ, ഇക്കാലത്ത് മുബ്തദിഈങ്ങൾ കുറേ കൂടിയിട്ടുണ്ട്. ഈ വിഡ്ഢികളിതാ എല്ലാ നാടും ഫസാദാക്കുകയാണ്. പറയുന്നത് ഇതാണ് പോലെ ഖുത്ബ. വെള്ളിയാഴ്ച മിമ്പർ വന്ന് ഖുത്ബ എടുത്താണ്. നമ്മൾ ആൾക്കാർ എന്താ വിചാരിക്കുക, ഉസ്താദ് ഒന്നാകെ വലിയ കെട്ടല്ലോ ഉസാറായിട്ട് കയറി എന്തോ കാര്യമായി ഖുത്ബ അറിയാതാ പറയണത്. ഈ പച്ചത്തെറിയാണ്. ഇത് അറബി തന്നെ പറയണം, മലയാളത്തിൽ ആക്കേണ്ട ദയവ് ചെയ്തിട്ട്. അപ്പൊ ഇതാണ് നബാത്തി ഖുത്ബ ഉണ്ട്. എന്നിട്ട് അലവി സഖാഫി വായിച്ചത് ഇതിലൊന്നുമില്ല. നബാത്തി ഖുത്ബയിലും ഇല്ല, നെല്ലിക്കുത്തിലും ഇല്ല, മൂന്നിയൂരിലും ഇല്ല, പുല്ലാരിയിലും ഇല്ല. എല്ലായിടത്തും കൂടി മൂപ്പര് കൂട്ടി യോജിപ്പിച്ചിട്ടാക്കിയാണോ എന്ന് അറിയില്ല. അപ്പം മൂപ്പര് സ്വന്തമായി ഒപ്പിച്ചാണോ അതും അറിയില്ല. മൂപ്പര് ഇങ്ങനെ വായിച്ചു പോയിട്ട് മൂപ്പര് ഇടയ്ക്കൊരു മുൻകൂർ ജാമ്യം. അതെന്താ, ഇബ്നു ബാത്തക്ക് ഇതല്ലാത്ത ഏടും വേറെ ഉണ്ട് കേട്ടോ. അതാ അപ്പൊ എന്തോ ഒരു തട്ടിപ്പലുണ്ട്. കേട്ടോടി ഒരു പറഞ്ഞത്. ഇബ്നു ബാത്തൽ മിസ്രിക്ക് വേറെയും ഖുത്ബയുടെ ഗ്രന്ഥങ്ങൾ ഉണ്ട്. നമ്മുടെ വിഷയം നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ കണ്ടോ, അതൊരു മുൻകൂർ ജാമ്യാണ്. അപ്പൊ ഇബ്നു ബാത്തിന്റെ ഏട് ഏതാണ്ട് എല്ലാ പള്ളിക്കും പോയാൽ കിട്ടും. ആ ഏടൊന്നും വായിച്ചാൽ ഈ പറഞ്ഞത് കാണൂല. അപ്പൊ മൂപ്പരൊന്ന് ഏതോ ഒപ്പിച്ച് ഒരു ചട്ടക്ക വെച്ച് ഒട്ടിച്ചു കൊടുത്താവാൻ സാധ്യത വിദൂരമല്ല. എന്നിട്ട് മൂപ്പരോട് വായിച്ചിട്ട് മൂപ്പര് അവസാനം പറയാ ഇബ്നു ബാത്തക്ക് ഇതല്ലാത്ത ഏടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഏടോ ഇത് ഇബ്നു ബാത്തിന്റെ ആണോ? അല്ലാഹു അഅലം. നമ്മൾ അസ്സഖാഫി പൂക്കൂട്ടിന് പണ്ടേ പറഞ്ഞു അലവി സഖാഫി കിതാബ് വായിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. കാരണം മൂപ്പര് പറയുന്നുണ്ട്, കേട്ടോളൂ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ സംവിധാനവും നിങ്ങളെ കയ്യിലുണ്ട്. ത്വലാഖ് സംവാദത്തിൽ
എണ്ണപ്പെട്ട ആളുകൾക്ക് പാസ് ലഭിച്ചപ്പോ അന്ന് പാസ് അച്ചടിച്ചതും അത് സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതും എന്നല്ല അന്ന് നിങ്ങളെ ഭാഗത്ത് സിറാജ് പത്രത്തിൽ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയതും സാധുവായ ഞാനായത് കൊണ്ട് തന്നെ എനിക്കറിയാമല്ലോ സംവാദ വേദിയിൽ നിങ്ങൾ എന്താണ് കളിക്കുക എന്നുള്ളത്. ഞാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമിയോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, AP വിഭാഗത്തിന്റെ ആളുകൾ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഭാഷയിൽ അലവി സഖാഫിക്ക് അവർ പറയുന്ന ഒരു പേരുണ്ട്, മുങ്ങൽ വിദഗ്ധൻ എന്ന്. എന്താ പേര് പറയാൻ കാരണം? ഒരു സംവാദം നിശ്ചയിച്ചാൽ മുജാഹിദുകളുമായിട്ടാവട്ടെ ആരായിട്ടാവട്ടെ, എന്നിട്ട് സംവാദത്തിന് വ്യവസ്ഥ എഴുതാൻ എന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞേക്കും. ഇയാളെ പറഞ്ഞേച്ചാൽ ഇയാൾക്ക് മുങ്ങാൻ അറിയാം, അതുകൊണ്ട് മുങ്ങൽ വിദഗ്ധൻ എന്ന് അവർ തന്നെ പറയും. എന്നിട്ട് ചില ഇബാറത്തുകൾ AP വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, അലവി സഖാഫി ഒരു ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ, അത് അലവിന്റെ തൂഫല്ലേ എന്നാ പറയല്, അത് അലവിന്റെ തൂഫല്ലേ എന്നാ പറയല്. കാരണം എന്താ, ഇവിടെ വന്നപ്പോ കുറച്ച് കിതാബെങ്കിലും അട്ടിവെച്ചു. ഈ ഖളാഉമായി ബന്ധപ്പെട്ട തിരൂരങ്ങാടിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വരി പോലും ഇല്ലാത്ത കിതാബുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന വിഷയം ഇതിലേക്ക് ആവശ്യമുള്ളൊന്നല്ല. എന്നിട്ട് അങ്ങനത്തെ കുറെ കിതാബുകൾ കൊണ്ടുവന്ന് അട്ടിവെച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾക്കുള്ള സ്വഭാവം എന്താ, ഒരു ഡയറിയിൽ കുറെ കുത്തിപ്പിടിച്ചിട്ട് ഇയാള് മുജാഹിദികളോട് പറയുന്ന രൂപത്തിൽ ഇതാ തൂഫയിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് നിഹായിൽ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പേജ് മറിച്ച് മുഗനീതാ, ഒക്കെ ഒരു സാധനം ഒന്ന് തന്നെയാ. ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് നടക്കുക. അങ്ങനെ അവര് തൊലാഖ് സംവാദം നടക്കുന്ന സമയത്ത് വരെ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം തന്നെയാണ് ഇവിടെയും നടന്നത്. അപ്പൊ കണ്ടോ, അപ്പൊ പിന്നെ മൂപ്പൻ നബാത്തില്ലാത്ത വായിച്ച നമുക്ക് അത്ഭുതമൊന്നുമില്ല. തൊഹഫീലുണ്ട്, ഷെർവാനിയുടെ ഒക്കെ പല സംഗതി മൂപ്പൻ ഡയറി ഉള്ളതായിരിക്കുന്ന ചട്ട ചിലപ്പോൾ തൊഹഫിന്റെ ചട്ടായിരിക്കും. ചട്ടണ്ട് പൊടിക്കുക, അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കുക. ആ പണി ഇവിടെ ഒപ്പിച്ചോ എന്ന് സംശയിക്കാതില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മൂപ്പര് മുൻകൂർ ജാമ്യം ഇബ്നു ബാസിക്ക് ഇതല്ലാത്ത ഖുത്ബന്റെ ഏടും ഉണ്ട്, ഇതല്ല അതല്ലാത്തതാണുള്ളതൊക്കെ. ഈ ഏട് എന്താ നമുക്ക് തെളിയിക്കേണ്ടതുണ്ട്. അത് നമുക്ക് കാത്തിരിക്കാൻ നമുക്ക് പുറത്ത് വരാക്കൂല, അതൊക്കെ പുറത്ത് വരും ഇയാൾ തട്ടിപ്പൊക്കെ. അപ്പൊ ഏതായിരുന്നാലും വെള്ളിയാഴ്ച സമസ്തപ്പള്ളി ഓതുന്ന ഖുത്ബന്റെ ഏടിന് പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശമില്ല. കാരണം അക്കാലത്തതില്ല. 374 ഇബ്നു ബാത്ത മരിക്കുമ്പോൾ അന്ന് ഷിയാക്കൾ തുടങ്ങുന്നേ ഉള്ളൂ ഈ ഏർപ്പാട്, അല്ലാതെ വേറെ എവിടെയുമില്ല. അതുകൊണ്ട് ആ ഖുത്ബന്റെ ഏടിന് പോലും ഈ വിഷയം പരാമർശം വന്നിട്ടില്ല, ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല. അതിനുശേഷമുള്ള ഹിജ്റ 500 വരെയുള്ള 600 വരെയുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെ ഇല്ല. 600കൾക്ക് ശേഷം മുദഫർ രാജാവ് തുടങ്ങി വെച്ചു. ചില രാജാക്കന്മാരുടെ സ്വാധീനത്താൽ ചില സ്ഥലത്ത് ആരംഭിച്ചു, അത് ഔദ്യോഗികമായി പരിവേഷമുണ്ടായി. അതിനുശേഷം ചില പണ്ഡിതന്മാർ അനുകൂലിച്ചു, ചില പണ്ഡിതന്മാർ പ്രതികൂലിച്ചു. ഇതാണ് ഉണ്ടായത്. ആരനുകൂലിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇത് ബിദ്അത്താണെന്ന് കാര്യത്തിൽ സംശയമില്ല. അത്തരം ബിദ്അത്തുകൾ ചെയ്ത് പടച്ചറബിന്റെ കോടതിയിലേക്ക് എത്തിയാൽ രക്ഷപ്പെടില്ല എന്നുള്ളത് നമ്മൾ ഓർത്താൽ നന്നു. ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ നബി തങ്ങൾ ആട്ടിയകറ്റുന്ന രംഗമുണ്ട്. ആട്ടിയകറ്റപ്പെടും നബി തങ്ങൾ. പല ഒരു വിഭാഗം ആളുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അകറ്റപ്പെടും അവര്. അപ്പൊ ഞാൻ റബ്ബേ യാ റബ്ബി ഉസൈഹാബി ഉസൈഹാബി, റബ്ബേ എൻ്റെ അനുചരന്മാരാണല്ലോ, എൻ്റെ അനുയായികളാണല്ലോ റബ്ബേ, അവർ കുടിക്കട്ടെ വെള്ളം എന്ന് പറയുമ്പോൾ എന്നോട് പറയും ലാ തദ്രി മാ അഹ്ദസു ബഅദക, നബിയെ നിങ്ങളുടെ കാലശേഷം അവർ എന്തെല്ലാമാണ് മതത്തിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന് നബിയെ നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കാലശേഷം ഈ മതത്തിലേക്ക് അവർ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്കറിയില്ല എന്ന് എന്നോട് പറയും. അപ്പൊ ഞാൻ പറയും സുഹ്കൻ സുഹ്കാ ലിമൻ ബദ്ദല ദീനി, എൻ്റെ ദീന് എൻ്റെ കാലശേഷം മാറ്റിമറിച്ചവർ അവർ ദൂരെ പോകട്ടെ, അവർ അകന്നു പോകട്ടെ, നാശമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ആഘോഷവും ആചാരമൊക്കെ ഇവിടെ ഒരു പക്ഷെ വലിയ പടപളപ്പും വലിയ സ്വീകാര്യതയും മനസൗഹാർദ്ദമായും ഒക്കെ ഒരു പക്ഷേ ഇവിടെ അംഗീകരിക്കപ്പെട്ടേക്കാം. പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇത് തിരിഞ്ഞു കുത്തുമെന്ന കാര്യത്തിൽ സംശയമേതും വേണ്ട. അത് എല്ലാ ബിദ്അത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് സുന്നത്തിലേക്ക് നമുക്ക് മടങ്ങാം. നബി തങ്ങൾ എന്താണോ പഠിപ്പിച്ചത്, സ്വഹാബത്ത് എന്താണോ മാതൃകയായി കാണിച്ചത്,
താബിഈങ്ങൾ എന്താണോ സ്വഹാബത്തിൽ നിന്ന് ദീനായി സ്വീകരിച്ചത് അതാണ് ഖിയാമത്ത് വരെ ദീന്. ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന. അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല എന്ന ഇമാം മാലിക്കിന്റെ വചനം അത് നാം അടിസ്ഥാനമായി സ്വീകരിച്ച് സുന്നത്ത് പ്രകാരം ജീവിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ബഹുമാനനായ ജാമിഅ ഹിന്ദ് ഉസ്താദ് കൂടിയായ എൻ്റെ സഹപ്രവർത്തകൻ മൂസ സ്വലാഹി കാര അതേ ഇവിടെ സവിസ്തരം ക്ലിപ്പിങ്ങും എല്ലാം അടക്കം ഇവിടെ വിശദീകരിക്കും. നമുക്കതിലേക്ക് ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ബറക്കല്ലാഹു ഫീന ജമീഅ. മൂസ സ്വലാഹിയെ അവതരണത്തിന് വേണ്ടി അധ്യക്ഷന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.